ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്ട്രോ FM, Jio 7 അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയും ഞങ്ങളെ ഫോളോ ചെയ്യണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിന് താങ്ക് യു സോ മച്ച്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള നമ്മുടെ ഗോളിലേക്ക് നമ്മൾ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം, എങ്കിലേ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബർ കുടുംബത്തിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളുമെല്ലാം കമൻറ്റുകളായും അതെല്ലാം നേരിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് മുഖേനയും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈസ്റ്റർ എഗ്ഗുകൾ നിറഞ്ഞ ഒരു പ്രത്യേകതരം പടം. അപ്പോൾ ആ പടത്തിൻ്റെ ടൈറ്റിലിൽ പോലെ തന്നെ 3 പേരായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്: ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ദി അഗ്ലി. അപ്പോൾ ഞാൻ വെൽക്കം ചെയ്യുന്നു മിസ് യുഡിസി കുമാരി ആൻഡ് ഡോക്ടർ സിൻസ്. വെൽക്കം ടു ദ ഷോ. ഞാനായിരിക്കല്ലോ ഈ കൂട്ടത്തിലെ ഗുഡ് അല്ലേ? അങ്ങനെ ഓ, ഞാൻ അവിടെ നീ അഗ്ലി പറയുമായിരിക്കും എന്ന്. അവിടെ നീ ഇല്ല ഇല്ല. എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചു. No, I'm the good one. ഓക്കെ, അയ്യോ. ഡോക്ടർ സിൻസ് നീയാണോ ബാഡ്? അല്ല, അവൻ അഗ്ലി ആവാനാണ് ചാൻസ്. അവന് ഞാൻ രണ്ടും കൂടെ ഉള്ളതാ, ഗുഡും ബാഡും അഗ്ലി. അപ്പൊ നമുക്ക് അങ്ങനെ അവനെല്ലാം ആണല്ലോ. കൂടി- അവന് ഈ ഐ ഗ്രൂപ്പിലെ തങ്കൻ ജ്യേഷ്ഠനാണ്. am all like I'm good. I can be bad. I can be ugly because my name is Since. You have to understand. Yeah, അതെ, see, he can he can do every It's every profession. profession at the same time. അതെ. തൂണിലും So true. തുരുമ്പിലും ഉണ്ടവൻ. അതെ, തീർച്ചയായും. നമ്മുടെ നരസിംഹ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ദ ഗുഡ്, ദ ബാഡ്, ദ അഗ്ലി? എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. നല്ല അജിത് എന്തായിരുന്നു കുമാറിന്റെ ഒരു നിങ്ങളുടെ അനുഭവം? മരണമാസ് പടം എന്നൊരു എന്റെ ഒരു വല്ലാത്തൊരു അഭിപ്രായമാണ് ഈ പടത്തെ കുറിച്ച് എനിക്ക്. തുടക്കം തൊട്ട് ഒടുക്കം നിന്റെ വരെ. ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നല്ലേ ഒരു ഫാൻ ബോയ് സംഭവം Yes, കാണണം yes, എന്നുള്ളത്? തീർച്ചയായിട്ടും. ഇനി മേലാൽ ഇങ്ങനെ ഒരു പടം ചെയ്യും. അല്ല, എനിക്കറിയാൻ ആഗ്രഹമുള്ളത്, എനിക്ക് അജിത്തിന്റെ പടങ്ങൾ അങ്ങനെ കണ്ട് പരിചയമില്ല. ഞാൻ കണ്ടതൊക്കെ റീസെന്റ്ലി ഉള്ള പടങ്ങളാണ്, വേതാളം പോലത്തെ പടങ്ങളാണ്. അപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അജിത് ഫാൻ ഉള്ളതെന്ന് എനിക്ക് അറിയാൻ നല്ല താല്പര്യമുണ്ട്. ഡോക്ടർ സിൻസ് ആണോ അതോ മിസ്റ്റർ ദിഗംബരൻ ആണോ ശരിക്കുള്ള ട്രൂ അജിത് ഫാൻ? ഞാനൊരു വലിയ അജിത് ഫാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പഴയ കുറച്ച് പടങ്ങൾ നമ്മുടെ ചെറുപ്രായത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇതുപോലെ തന്നെ വേതാളം, അതൊക്കെ പണ്ട് ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബില്ലേം കണ്ടിട്ടുണ്ട്. വേതാളം ഇനി ചെറുപ്പത്തിൽ എങ്ങനെയാണോ കാണുന്നത്? അതിപ്പോ ഇറങ്ങിയ പടം. ചെറുപ്പത്തിലല്ല, ലേറ്റസ്റ്റ്. അവനിപ്പോഴും ചെറുപ്പക്കാരനാണ്. അതെ, ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും മൂത്ത ചെറുപ്പക്കാരൻ. ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചേട്ടനാണ് നമ്മുടെ, എന്താണ്, വല്യേട്ടനാണ് ഡോക്ടർ സെൻസ്. ആണോ? അതെ, 2 വല്യേട്ടന്മാ. ആണോ? അതോ ആ, ചക്രപാണിയാണോ? ഈ കൂട്ടത്തിലെ ചക്രപാണിയല്ലേ? വല്യേട്ടനായിട്ടുള്ളത് നമ്മുടെ ജെയിംസ് ബോണ്ടാണ്. ഓ, ആണോ? പിന്നെ ജെയിംസ് ബോണ്ട് ആണോ? ഓ, ഓക്കെ. ജെയിംസ് ബോണ്ടാണ്. പിന്നെ അതേ ഒരു ഇതില് വേണമെങ്കിൽ 1-2 മാസങ്ങളുടെ വ്യത്യാസത്തിലോ വല്ലോ ആയിരിക്കും ചക്രപാണിയും ഡോക്ടർ സിൻസും ഡോക്ടർ വരാൻ സിൻസും സാധ്യത. വരുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ ഗ്രൂപ്പിലെ ബേബീസ് ഉണ്ട്. ബേബീസ് ആർ കെ പി ആണ് ഏറ്റവും ബേബി. ആൻഡ് അത് കഴിയുമ്പോൾ നമ്മുടെ സരോജ് സരോജ് കുമാർ കുമാർ. വരും. അത് കഴിഞ്ഞിട്ട് ഞാനാന്ന് തോന്നുന്നല്ലേ? തീർച്ചയായും. See, you know? തീർച്ചയായും. Coming back to the point. yeah. Yeah. അപ്പൊ പറയൂ. അപ്പൊ Yeah. എനിക്കൊന്ന് ദിഗംബരൻ ഭയങ്കര ഫാനാണ്. കാരണം ഞാൻ GBU ആക്ച്വലി ഞാൻ തിയേറ്ററിൽ പോയി അല്ല കണ്ടത്. തിയേറ്ററിൽ പോകാൻ വേണ്ടി ഞാൻ ബുക്ക് ചെയ്തു. ബട്ട് ആരോഗ്യസ്ഥിതി അത്ര ഇച്ചിരി മോശമായതുകൊണ്ട് എനിക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ എനിക്ക് പിന്നെ അത് കാണാൻ പറ്റിയില്ല. എന്താ അറിയില്ല, പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് പോവുകയും ചെയ്തു. ഐ മീൻ, തുടരും ഇപ്പോഴും കിടപ്പുണ്ട് ഞങ്ങളുടെ തിയേറ്റേഴ്സിൽ. പക്ഷെ GBU പെട്ടെന്ന് പോയായിരുന്നു, വിത്തിൻ 1 വീക്ക് പോയായിരുന്നു. ചിലപ്പോ അതിന്റെ അകത്ത് പടം കാണാൻ വന്നവര് ചെയ്ത സംഭവം കൊണ്ടായിരിക്കും പെട്ടെന്ന് പറഞ്ഞു വിട്ടത്. അയ്യോ എടാ, ഞാൻ സത്യത്തില് എനിക്ക്
എനിക്ക് ഇത്രയും എന്താണ് അജിത് ഫാൻസ് ഇത്രയും അങ്ങ് ഭയങ്കര എന്താണ് ലോയൽ ഫാൻസ് ആണെന്ന് ഞാൻ അറിഞ്ഞത് വിടാമുയർച്ചി കാണാൻ പോയ സമയത്താണ്. വിടാമുയർച്ചി ഞാൻ തിയേറ്ററിലാണ് കണ്ടത്, ഇവിടുത്തെ UK തിയേറ്ററിലാണ് കണ്ടത്. ഞാൻ ഞെട്ടിപ്പോയി ഫാൻസിന്റെ റിയാക്ഷൻ കണ്ടിട്ട്. എനിക്ക് സ്ലൈറ്റ്ലി ഞാൻ ഇന്റിമിഡേറ്റഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഇറങ്ങി പോകണോ എന്ന് ഞാൻ ചെറുതായിട്ട് ആലോചിച്ചായിരുന്നു. ഇനി ഇവന്മാര് തിയേറ്ററിന്റെ സ്ക്രീനിൽ പാല് വല്ലതും ഒഴിക്കോ, തീ കത്തിക്കോ എന്നൊക്കെ എനിക്ക് പേടി വന്നു. കാരണം അമ്മാതിരി ഫാൻസ് ആയിരുന്നു. സോ അത് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു എനിക്ക്. സോ ഞാൻ ഫസ്റ്റ് കുറച്ച് ദിവസങ്ങൾ ഞാൻ അതുകൊണ്ട് എന്താണ് മനഃപൂർവ്വം മാറി നിന്നിട്ട് ഒരു 3-ാമത്തെ ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത്. പക്ഷെ അതും സാഡ്ലി പോവാൻ പറ്റിയില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. പെട്ടെന്ന് സാധനം പോവുകയും ചെയ്തു. പിന്നെ ഞാൻ സിനിമ കാണുന്നത് ആക്ച്വലി ദിഗംബരന്റെ കൂടെ ഇരുന്നാണ്. ആൻഡ് ദിഗംബരന്റെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഇപ്പൊ ഞാൻ ദിഗംബരന്റെ കൂടെ അല്ല ഞാൻ പടം കാണുന്നത്, ഞാൻ തിയേറ്ററിലായിരുന്നു പടം കാണുന്നതെങ്കിൽ എനിക്കിത് ഒരു ഷിറ്റി പടം. എന്താ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഫിലിം എനിക്ക് മനസ്സിലാവുന്നില്ല. കഥ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു തന്ത ജയിലിലായിരുന്നു, ഗാങ്സ്റ്റർ തന്ത ജയിലിലായിരുന്നു, പുറത്തിറങ്ങി മോനെ രക്ഷിക്കുന്നു, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഒരു കഥയുണ്ട്, ഓക്കെ ഫൈൻ, പോട്ടെ. പിന്നെന്തൊക്കെയോ അജിത്ത് ചെയ്യുന്നു, അജിത്തിന്റെ ഒരു നോർമൽ വൈബിലുള്ള ഒരു പടം, അത്രേ ഉള്ളൂ. എനിക്ക് ദിഗംബരന്റെ കൂടെ ഇരുന്ന് പടം കണ്ടതുകൊണ്ട് ഓരോ 10 സെക്കൻഡിലും ഞാൻ നോർമലി ഞങ്ങളുടെ പ്രോസസ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു പടം കാണാനിരിക്കും ആൻഡ് ഐ റൈറ്റ് ദ നോട്ട്സ് ഡൗൺ. എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്, എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ്, കഥയിൽ എന്തൊക്കെ തന്തുക്കളുണ്ട്, കഥയിൽ എന്തൊക്കെ ട്വിസ്റ്റുകളുണ്ട്, എന്തൊക്കെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ടെന്നൊക്കെയുള്ള നമ്മൾ എഴുതും. അപ്പോൾ നോട്ട് ടേക്കറാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ. അപ്പോൾ നോട്ട് ടേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്നു. എൻ്റെ ജന്മത്തിൽ ആദ്യമായിട്ടാണ് 4 പേജ് പടത്തിനെ ബേസ് ചെയ്യാതെ റെഫറൻസ് മാത്രം ഞാൻ എഴുതി വെക്കുന്നത്. 10 സെക്കൻഡ് കൂടുമ്പോൾ ദിഗംബരം എന്താണ് പോസ് ചെയ്തിട്ട് പറയും, ഇത് മറ്റേ മൂവിയിലെ റെഫറൻസ് ആണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ദീനയുടെയും എന്താണ് ദീന, ബില്ല. ബില്ല ആണ് റെഫറൻസ് വന്നിരിക്കുന്നത്. ഇത്രയും റെഫറൻസ് ഉള്ള ഒരു പടം എൻ്റെ ജന്മത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ദി OG ഫാൻ ബോയ് സംഭവം. ഒരു ട്രൂ ഫാൻ ബോയ്ക്ക് മാത്രമേ ഇത്രയും റെഫറൻസുകൾ കുത്തിക്കയറ്റി വെച്ച് ഒരു പടം ഇറക്കാനായിട്ട് ഇത്രയും സാധിക്കുകയുള്ളൂ. റെഫറൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ദിഗംബരനാണ് ഈ ചാനലിലെ ട്രൂ അജിത് ഫാൻ എന്ന് ഞാൻ പറയും. ഞാനൊരു നീ അംഗീകരിക്കുന്നു? എനിക്കത്രയും പറ്റത്തില്ല. എനിക്ക് അതിനകത്ത് കുറെ റെഫറൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് പടം കാണുമ്പോഴത്തേക്ക് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ പൊന്ന് തന്നെ ആക്ച്വലി ഫുഡ് കഴിക്കുന്ന നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ചുമ്മാ ഐപ്പാടൊക്കെ ഓണാക്കി ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഒരു പടം കണ്ടാ അയച്ചിന്റെ പടം ചുമ്മാ ഒന്ന് കണ്ടേക്കെന്ന് വെച്ചാൽ പടം തുറന്നതാണ്. തവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു, ഞാൻ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. സ്വയം ഇരുന്ന് സ്വയം തെറി പറയുക ഒരു 10 മിനിറ്റ് സ്വയം ഇരുന്ന് ആ പടം തീരുന്നിടം വരെ. ഞങ്ങൾ ആക്ച്വലി പടം ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഞങ്ങളെ ഡോക്ടർ സിൻസ് ഞങ്ങളെ പ്രചോദനം. നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ വ്യൂവേഴ്സിനോട് പറയാനുള്ള, നിങ്ങളും ഈ പടം കാണണം, നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങളും അനുഭവിക്കുക. അല്ല, നിങ്ങൾ ഈ പടത്തിന്റെ റെഫറൻസുകളൊക്കെ മനസ്സിലാക്കി കാണുവാണെങ്കിൽ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. വളരെ എന്റർടൈനിങ് ആണ് പടമേ. അവസാനത്തെ 10 മിനിറ്റ് ഞാൻ ക്ഷീണിച്ചു, എഴുതി ഞാൻ ക്ഷീണിച്ചു. വേറെ പടത്തിന്റെ പേരുകൾ എഴുതി ഞാൻ ക്ഷീണിച്ചു. എടി, ഇതിന്റെ കഥ ആക്ച്വലി പുള്ളി ഇതിന്റെ ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ, പിന്നെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അവർ ഇതിന്റെ ഓരോന്നും ഈ മൊമെന്റ് തിയേറ്ററിൽ വർക്കാവുമോ, ഈ മൊമെന്റ് തിയേറ്ററിൽ വർക്കാവുമോ എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് അവരെടുത്തത്. അദ്ദേഹം ഇന്റർവ്യൂവിന്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതിന്റെ കഥയും കാര്യങ്ങളൊക്കെ അധികം അങ്ങനെ ലീക്ക് ആയിട്ടില്ലല്ലോ, അതെങ്ങനെ ആ സീക്രട്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പൊ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, അല്ല പുള്ളി പറഞ്ഞത് ഇതിന്റെ കഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് വെച്ചിരുന്നത്. ക്രൂ മെമ്പേഴ്സ് പോലും ഓരോ സീക്വൻസുകളും ഷൂട്ട് ചെയ്യുമ്പോൾ അവര് സർപ്രൈസ്ഡ് ആയിരുന്നു ഇത്തരം മൊമെന്റുകളൊക്കെ ഇതിലുണ്ടോ എന്നുള്ളത്. അത് കഥ ഉണ്ടെങ്കിലല്ലേ ലീക്ക്. അത് കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോ. നീ പറഞ്ഞ പോലെ ലീക്കാ എന്താ, ബാക്കിയുള്ളവന്റെ മൂത്രം അവിടെ ലീക്കായില്ലെന്ന് പിള്ളേർ മാധുരി. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്, ഞാൻ എന്റെ റിവ്യൂസ് ഒക്കെ കുറെ കണ്ടു. അതിനകത്തില് കമന്റ് ബോക്സിൽ ഭയങ്കര മിക്സ്ഡ് ആയിട്ടാണല്ലോ വരുന്നത്. നമ്മളെ പോലുള്ള കുറെ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. ആൻഡ്
ദിഗംബരനെ പോലെ സർക്കാസ്റ്റിക്കലി ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആൻഡ് ദെൻ ദർ ആർ പീപ്പിൾ ഹു ജെനുവിൻലി ലൈക്ക് ദ ഫിലിം ഹു വെയർ അജിത് ഫാൻ ബോയ്സ്. പക്ഷെ ഞാനിങ്ങനെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഫാൻ ബോയിനെ റിയൽ ലൈഫിൽ എനിക്കൊന്ന് കണ്ടുമുട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്താണിത്? ഫോർ മീ ദിസ് ഇസ് ആർട്ട് ഓൺ സ്റ്റിറോയിഡ്സ്. എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തുവാ ഒരു ഒരു പടത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. കുറെ പടങ്ങളുടെ പേരുകൾ അടുപ്പിച്ച് വെച്ച് എന്നാ പിന്നെ എനിക്ക് ദീനേം ബില്ലേം പോയി കണ്ടാൽ മതി. ഈ പണ്ടാരെതിരെ ഞാൻ കാണുന്നത് ഇതെന്ത്? അല്ല എനിക്ക് എടി, ഈ അവന്മാരുടെ പടമൊക്കെ കാണണമെങ്കിൽ ഒരു വിവേകം വേണം, ഡയറക്ടറിൽ ഒരു വിശ്വാസം വേണം, അതിന് നിനക്ക് കുറച്ച് വീരം വേണം, അതെ, മനസ്സിലായോ? അത് വരണമെങ്കിൽ ഒരു വരലാറ് വേണം. ആ, ഇത് ഇത് പറയുമ്പോ ഇത് കണ്ടിരിക്കുന്നവന് കുറച്ച് ഇല്ലാത്ത വേതാളങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവില്ല. ഇത് കണ്ടിരിക്കുന്നവന് കുറച്ച് തല വേണം, പക്ഷെ തലയില്ലാത്തവന് തലയുടെ പടമല്ല കാണാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ സെൻസ് പല Oh ഫാൻ my ബോയ്സ് God. എല്ലാം കൂടെ വന്ന് ഞങ്ങളുടെ തലയെ പറ്റി പറഞ്ഞാൽ ഞാൻ അണ്ണാവെ പറയാം, പറ്റി പറ. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആദ്യം ഈ പടം ഞാൻ Yeah, കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് yeah. ഇതെന്ത് അപരാധേ എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ പിന്നെ കുമാരിയുടെ കൂടെ ഇരുന്ന് ഇത് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ അകത്തെ ആ ഒരു OG ഫാൻ ബോയ് സംഭവം എന്താണെന്നും ഇത്രയും റെഫറൻസുകളൊക്കെ നോട്ട് ചെയ്ത് പറയുമ്പോഴുള്ള എൻ്റെ ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മൊമെന്റുകളായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പടം രണ്ടാമത് കണ്ടപ്പോൾ വളരെയധികം എൻജോയബിൾ ആയിട്ട് തോന്നി. ഇത് ഞാൻ മൂന്നാമത് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കൊടും പാതകത്തിലേക്കൊക്കെ പോണോ? ഇത് കാണുന്നതും കങ്കുവ കാണുന്നതും ഒക്കെ ഏകദേശം ഒരുപോലെയല്ലേ എനിക്കൊന്ന് എന്നുള്ള കങ്ക ഒരു കുറച്ചുകൂടെ എന്റർടൈൻ ചെയ്യാൻ തോന്നുന്നു. ലോ വോയിസ് മോഡിലിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ചെറുക്കം മീൻ പടം വിഴുങ്ങി മ്യൂട്ട് ചെയ്ത് കണ്ടാൽ ചാവുന്നെങ്കിലും മതി കാണാം. എന്നല്ലേ? പടം മ്യൂട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കങ്കുവ ഭയങ്കരമാകും. പക്ഷെ അയ്യോ പൊറുവനെ പോലെ നിന്നെ ഇതിനകത്ത് വെറുപ്പിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. അതാണ് അയ്യോ, ജിബിന്റെ ഇല്ലേ? പ്രത്യേകത. തൃഷ ഉണ്ടോ? ഓ ആ, തൃഷയുടെ ആ, ക്യാരക്ടർ correct. എന്റെ അയ്യോ ദൈവമേ, അത് എന്തോ ആ ശരിയാ. തള്ളയുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്ത്? ഞാൻ വിടാമുയർച്ച ചെയ്തപ്പോഴും ഞാൻ തൃഷയ്ക്ക് അഗേൻസ്റ്റ് ആയിരുന്നു. നമ്മുടെ എന്താണ് ചക്രപാണി വാസ് ഫോർ ദ മോഷൻ. ഓക്കെ, പുള്ളിക്കാരി എന്താണ് ചെയ്തത് അത് അവന് അക്സെപ്റ്റബിൾ ആയിരുന്നു, അവൻ അത് ഫോർഗീവബിൾ ആയിരുന്നു. ആൻഡ് എനിക്ക് ഫോർഗീവ് നമ്മുടെ ചെയ്യാൻ പറ്റിയില്ല. അജിത്ത് എനിക്ക് ഫോർഗീവ് ആ ചെയ്യാൻ ആ, പറ്റിയിട്ടില്ല. ആ, അത് ഇല്ല ഇല്ല, ദിസ് ഇസ് ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അതായത് അപ്പൊ ലൈക്ക് there needs to be a chemistry between some like or a romantic partners. തുടക്കത്ത് ആ പടത്തിന്റെ മറ്റേ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ there was no chemistry at all. That was the issue. അവരങ്ങനെയാണ്, എസ്ട്രേഞ്ച്ഡ് ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും ആണല്ലോ, ഒരു ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുക. അതുകൊണ്ടാണ് അവിടെ കെമിസ്ട്രി ഇല്ലാത്തത്. എനിക്കത് പറ്റൂല. ഞാൻ ആ വീഡിയോക്കകത്തിലും നമ്മുടെ വിടാമുയർച്ച വീഡിയോക്കകത്തിലും ഞാൻ തൃശ്ശ ഇരുന്ന് കുറ്റം പറയാണ്. ഇതിനകത്തില് മറ്റേതിനകത്തില് തൃശ്ശ എനിക്ക് ക്ഷമിക്കാം. അതെന്തേലും ആട്ടെ, അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യം അയാൾ ക്ഷമിക്കുവോ പണ്ടാരടങ്ങോ എന്തേലും ചെയ്യട്ടെ, എനിക്കത് പ്രശ്നമല്ല. പക്ഷേ ഇതിനകത്തിൽ ഇവരുടെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് വല്ല ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള തള്ളയാണ്. ഇവരുടെ പ്രശ്നം അപര എന്താ? വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം ഒക്കെ ഉള്ള ആളാണ്. അതൊരു ഡയറക്ടർ ഹിഡൻ ആയിട്ട് നമ്മളോട് പറയുന്ന കാര്യം. നിനക്കത് മനസ്സിലായില്ലേ? അതാണ് പുള്ളിക്കാരി ഓരോ മൊമെന്റിന് സ്വഭാവം മാറുന്ന എന്തുകൊണ്ടാ? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്കാരിക്ക്. അതാണ് ഈ, നമ്മുടെ അതാണ് ഞാൻ പെട്ടെന്ന് ഈ പടം തുറന്നു ലൈക്ക് കാസ്റ്റ് ഒന്നും ഞാൻ വലിയ ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് കണ്ടു, നെറ്റ്ഫ്ലിക്സ് തുറന്നു, പടം തുടങ്ങി. പിന്നെ ഓൾറെഡി മറ്റേ വിടാമുറിച്ച് കാണാൻ എൻ്റെ കണ്ടതിൽ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഹൂ ഇസ് ആക്ട്രസ് പിന്നെ ഞാൻ അന്നേരത്തേക്കും തന്നെ പിന്നെ ഇട്ട് വെറുപ്പീര പുള്ളിക്കാരത്തി. ലൈക്ക് ഇതുപോലെ ഉണ്ടോ? ഏറ്റവും അവസാനം എനിക്ക് എന്നെ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് ക്യാറ്റിലറിയാനാ തോന്നിയത്. പുള്ളിക്കാരത്തിയുടെ പല ക്യാരക്ടേഴ്സിന്റെ എൻഡ് വന്നപ്പോഴത്തേക്കും ലൈക്ക് ഇറ്റ്സ് സോ ബാഡ്. ഇനി മേലെ പുള്ളിക്കാരത്തി നിർത്തേണ്ട സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ലൈക്ക് എടാ, ഈ ചാനലിൽ ഒരു ഹാർഡ് കോർ തൃഷ ഫാൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ചക്രവാണി ഒരു ഭയങ്കര തൃഷ ഫാൻ ആണ്. ആഫ്റ്റർ ഹീസ് ആഫ്റ്റർ ലൈക്ക് ദിസ് പെർഫോമൻസ് ഷീ ഹാസ് ടു സ്റ്റോപ്പ്. At least do some good movies. If not, just fuck off. That's it. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതല്ലേ ഒരു ഭയങ്കര ഇത്. എനിക്കറിയത്തില്ല പുള്ളിക്കാരി എന്താ അങ്ങനത്തെ ക്യാരക്ടർ മാത്രം സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് എടുക്കുന്നതെന്ന്. ഇതിനകത്തിലെ തൃഷയുടെ ക്യാരക്ടർ പൊറുവൻ വാസ് ലൈക്ക്, പൊറുവനെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈങ്ലി ഷാർക്ക് തിന്നെ കൊല്ലുന്നുണ്ട്. സോ ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ്. പക്ഷെ ഇതിനകത്തിലെ തൃഷ, ഓ മൈ ഗോഡ്, എന്തുവാ അവരുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ക്യാരക്ടർ കണ്ടിട്ട് അവർക്ക് എങ്ങനെ എടുക്കാൻ തോന്നിയത്? ഓഫ് എന്റെ അമ്മേ. ഈ ക്യാരക്ടർ കണ്ടിട്ടാണ് എടുക്കാൻ തോന്നിയത്. കാരണം അത് എന്താ പറയുന്ന ഒരു അമ്മയുടെ രോദനം അല്ലേ നിങ്ങൾ അതിൽ കണ്ടത്?
അച്ഛന്റെ രോദനം പോലെ തന്നെ അമ്മയുടെ രോദനം. ഉം. അമ്മയുടെ രോദനം. ആ മനുഷ്യൻ വെറുതെ 18 വർഷം പോയി ജയിലിൽ അതെ. കിടന്നു. എന്നാ പിന്നെ ഡോൺ ആവാനാണെങ്കിൽ അയാൾ എന്തിനാ ജയിലിലോട്ട് പറഞ്ഞു വിട്ടത്? ഏറ്റവും ഇപ്പം ഡോൺ ആയിട്ട് ജീവിച്ചാ ഏറ്റവും പോരെ. അവസാനം ആദിത്യനെ പട്ടിയാക്കൂല എന്നത് ചെയ്തത്. ട്രൂ സ്റ്റോറി. 18 വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് മനസ്സിലായത് അജിത്തിന്റെ വഴിയായിരുന്നു ശരി എന്നുള്ളത്. ആ. അപ്പൊ ആ ഒരു പുള്ളിക്കാരത്തി ക്യാരക്ടർ ആർക്ക് നിങ്ങൾ കാണണം. പുള്ളിക്കാരത്തി നിയമത്തിന്റെ വഴിക്ക് പോകുന്നു, ആദ്യത്തെ ഗുണ്ടയുടെ വഴിക്ക് പോകുന്നു. എന്നാ പിന്നെ ഇവൾക്ക് ഉം. കെട്ടാതിരുന്നൂടെ? ഇത് നേരത്തെ അറിയുന്നെങ്കിൽ ഇവൾക്ക് കെട്ടാതിരുന്നൂടെ? വളരെ അതാണ് ഇതിൽ അങ്ങനെ ഞാൻ ഒരു ഓർത്തത്. എന്തിനാണ് ഇയാള് കല്യാണം കഴിച്ചത്? ഞാനിത് കണ്ടോണ്ടിരുന്നപ്പോഴും ദിഗംബരനോട് അത് ചോദിച്ചടാ. but why? എന്തിനീ തള്ള ഇയാള് കെട്ടിയത്? വൃത്തിട്ടതാ. അല്ല അവിടെ ഒരു ഇപ്പം ഇവരുടെ പാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തൃഷ ഒരു ഡയലോഗിൽ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ കാറിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത് തന്നെ അങ്ങേരാണ് എന്നുള്ള രീതി. അത് മങ്കാത്തയിലെ റെഫറൻസ് ആണ്, മങ്കാത്തയിലെ സീൻ. ഇപ്പം അച്ഛനെ ആ കഥ മാത്രമായിരുന്നല്ല, ഇവരെയും തള്ളിയിട്ട് കൊല്ലണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രിയ വാര്യറിനെ നെറ്റിക്ക് വെടിവെച്ച് കൊക്കയിലിട്ട് കൊല്ലുന്നതിന് വരെ ഇവരെയായിരുന്നു നെറ്റിക്ക് വെടിവെച്ച്. ആ മനുഷ്യൻ മര്യാദക്ക് ഈ പെണ്ണുമ്പോൾ ഈ പ്രിയ വാര്യറിനെയും അർജുൻ ദാസിന്റെ ഒരു ക്യാരക്ടറിനെ പിടിച്ചു വെച്ചത്. അപ്പൊ അവർക്ക് ഉടനെ ലോ പ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങേരെ നാട് കടത്തി, എന്നിട്ട് എല്ലാത്തിനും കൊലക്കും കൊടുത്തു. എന്തൊരു കഷ്ടമാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ പ്രശ്നം എന്താണ്. എന്നിട്ട് ആ മനുഷ്യൻ പകുതി വഴി എത്തപ്പോഴത്തേന് ആ മനുഷ്യനെ ഉടനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിളിക്കും. എന്താണ് ഇവരുടെ പ്രശ്നം? എന്താ ഈ പടങ്ങളിലൂടെ അജിത്ത് നമുക്ക് തരുന്ന മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് വൈഫ് എത്ര പ്രോബ്ലമാറ്റിക് ആണെങ്കിലും ടോക്സിക് ആയാൽ പോലും നിങ്ങൾ അത് മാനേജ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടോ ആദ്യത്തേൻ്റെ അകത്ത് കണ്ടോ, മറ്റേ എന്താ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിട്ട് പോലും പുള്ളി അത് മനസ്സിലാക്കി അവളെ തിരിച്ച് തന്നിലേക്ക് കൊണ്ടുവന്ന്, അല്ലേ, ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യണം. മനസ്സിലായി? അല്ലാണ്ട് ആ റിമോട്ടൊക്കെ വലിച്ചെറിയുന്ന പോലെ നിങ്ങൾ എറിയുകയല്ല ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു 90s കിഡ്സിന്റെ ആ ഒരു തത്വം അദ്ദേഹം വിടാമുയർച്ചയിലൂടെ സർ, നമുക്ക് പറഞ്ഞു തന്നു. ഞാനൊരു 90s കിഡാണ്, പക്ഷെ ഇത് എന്റെ തത്വമല്ല കേട്ടോ. ഞാൻ ഇതിന്റെ ഈ തത്വത്തിനോട് ഞാൻ നീ യോജിച്ച് 90കളുടെ നിൽക്കുന്നില്ല. അവസാനങ്ങളിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രശ്നം. ഇതില് കണ്ടില്ലേ ഇത്രമാത്രം പുള്ളിനെ ടോർച്ചർ ചെയ്തിട്ട് പോലും പുള്ളിക്കാരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അത് ആ സത്യം അവളോട് അല്ല, പറയാതിരിക്കുന്നു. ഞാൻ മറ്റേ വീഡിയോ ചെയ്ത സമയത്ത് ഇത് പറയാൻ ഞാൻ ആക്ച്വലി മറന്നു. നമ്മുടെ വിടാമുയർച്ചി വീഡിയോ അല്ലേ, വിടാമുയർച്ചയിലെ കാര്യം. അതായത് ഒരു പുരുഷനാണ്, എന്താണ് ഇപ്പം അവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായി, എന്താണ് അപ്പം ഭാര്യ ക്ഷമിക്കണം എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെയാണ്, ആ ഒരു ഫോർമുല തന്നെയാണ് ഇതിനകത്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് റോൾ റിവേഴ്സ് ചെയ്തു എന്ന് റോൾ തോന്നുന്നു. റിവേഴ്സ് ചെയ്ത് ഡയറക്ടർ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇത്ര നാൾ ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾ ക്ഷമിച്ചു, ഇപ്പൊ പെണ്ണിന് വേണ്ടി ആണ് ഐ തിങ്ക് ദാറ്റ് ദിസ് ഷുഡ് ബി ലൈക്ക് ഈ ഒരു തോട്ടെ എലിമിനേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ആരും ആർക്കും വേണ്ടി ക്ഷമിക്കേണ്ട കാര്യമില്ല. വൺസ് ട്രസ്റ്റ് ഇസ് ബ്രോക്കൺ, ഇറ്റ്സ് ഓൾവേസ് ബ്രോക്കൺ. അത് പിന്നെ മെൻഡ് ചെയ്താലും കാര്യമില്ല, ഇറ്റ്സ് ഓൾവേസ് എ അങ്ങനെ ബ്രോക്കൺ എടുത്തു ഗ്ലാസ്. മുറിച്ച് പറയാൻ പറ്റുന്ന ഒരു ബന്ധം അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അല്ല ഒരു അല്ല ഒരു അല്ല ആ ഒരു ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് ഭർത്താവിന്റെ കൂടെ താമസിക്കുമ്പോ വേറെ ഒരുത്തന്റെ കൂടെ പോകുന്നത് അവര് തമ്മിൽ ബന്ധം ഉണ്ടായിട്ട് ശരിയാണ്, നല്ല ബന്ധം, അല്ല അതൊരു മികച്ച. മൊമെന്ററി സംഭവമാണ്. ചിലപ്പോൾ അതിനും അത് ഡീപ്പായിട്ടുള്ള ബന്ധം അവർ തമ്മിൽ ഉണ്ടെന്ന് അവർ തിരിച്ചറിയണം ലാസ്റ്റ്. അതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. സോ അതിന് ദർ എത്ര ഇസ് എ മൊമെന്റുകൾ പോയറ്റിക്, ഉണ്ടാകുംന്ന്. അതെ അതെ അതെ, അത് ഇറ്റ്സ് പൊയറ്റിക് ലൈക്ക് ആയിരിക്കും. പോയട്രി വിത്ത് റൈംസ്. അപ്പോൾ അത് നമ്മൾ ഈ ഇന്ത്യൻ ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് എടുത്തു മുറിച്ച് അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. ചില സമയത്തൊക്കെ എല്ലാം അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നമുക്ക് കളയാൻ പറ്റത്തില്ല. സംടൈംസ് ഇമോഷണൽ നമ്മൾ ബോണ്ട് ഇന്ത്യയിൽ വേറെ നിൽക്കുന്നത് രീതിയിലായിരിക്കും. കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്നാണ് നീ പറഞ്ഞത്? അതായത് അല്ല മുറിക്കാൻ അങ്ങനെയല്ല. പാടില്ലെന്ന്. അതല്ല. എന്താ ബട്ട് നീ നമ്മൾ പറഞ്ഞ? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായി. ട്രെയിൻഡ് ആയിരിക്കുന്നത്, ഓ, മനസ്സിലായോ? മുറിക്കാൻ പാടില്ല എന്ന്. മുറിക്കാൻ പാടില്ലെന്നല്ല, മുറിച്ചിട്ട് പോകണം എന്നുള്ള രീതിയിൽ അവളെ കൊല്ലണം എന്നുള്ള രീതിയിലോട്ട് നമ്മൾ പോകുന്നത് എനിക്ക് അത്ര തോന്നുന്നു ഒരു നമ്മുടെ നാട്ടിൽ ഇതായിട്ട് നേരെ തിരിച്ചാണല്ലോ ഇത്രയും വർഷം പറഞ്ഞുകൊണ്ടിരുന്നത്. മുറിക്കാൻ എന്താ, പാടില്ലെന്നാണ്. ഏട്ടായി എത്ര തെറ്റ് ചെയ്താലും ഏട്ടായിയോട് ക്ഷമിക്കണം എന്നുള്ള ഒരു ഇതാണല്ലോ. ഏട്ടായുടെ കാര്യത്തിൽ അത് അപ്ലിക്കബിൾ ആണ്, പക്ഷെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അപ്ലിക്കബിൾ എനിക്ക് അല്ലല്ലോ. പെണ്ണോ ആണോ എന്നുള്ളതല്ല, ജെൻഡർ ഇസ് നോട്ട് എ മാറ്റർ ഇൻ ദിസ്. ഹൂഎവർ ബ്രേക്സ് യുവർ ട്രസ്റ്റ്, ഇറ്റ്സ് ഓൾവേസ് ബ്രോക്കൺ എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അത് പറയാൻ പറ്റത്തില്ലല്ലോ, എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണം നിർബന്ധം ഉണ്ടാവില്ലല്ലോ. സംടൈംസ് പീപ്പിൾ തെറ്റ് ചെയ്താലും തിരിച്ചു വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ബ്രോക്കൺ ആയിരിക്കും, ബട്ട് എന്നാലും അത് സംടൈം അതൊരു ഗ്രേ ഏരിയ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. Okay. എനിവേസ്, എന്താണ് കമ്മിങ് ബാക്ക് ടു എന്താണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്? ഗുഡ് ഗുഡ് ബാഡ് ബാഡ് അഗ്ലി. അഗ്ലി. ഈ ഗുഡ് ബാഡ് അഗ്ലി എന്നുള്ള ടൈറ്റിൽ പറഞ്ഞത് നമ്മുടെ തല അജിത്താണ് കേട്ടോ. അജിത്ത് റെക്കമെൻഡ് ചെയ്ത ടൈറ്റിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അപ്പൊ അതൊരു റെഫറൻസ് ആയിട്ട് പടത്തിന്റെ പേര് തന്നെ എനിക്കിതാ മനസ്സിലാകാത്ത പടത്തിന്റെ പേര് തന്നെ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ റെഫറൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇത്ര കംപ്ലൈന്റ് പറയുന്നത്? പേര് തന്നെ ഒരു പടത്തിന്റെ റെഫറൻസ് ആണ്. ഒരു കൊറിയൻ സോ പടത്തിന്റെ ഞാൻ ആക്ച്വലി കൊറിയൻ എന്ത് അല്ല, ആ ഈ നമ്മുടെ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ കവോയ് പടങ്ങളിൽ ഒരെണ്ണത്തിന്റെ പേര് ദ ഗുഡ് ദ ബാഡ് ബാഡ് ദ ആ അഗ്ലി ആ, അല്ല അല്ല എന്നുള്ള. ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞത് ഗാങ്സ്റ്റർ ദ കോപ്പ് ദ ഡെവിൾ പോലെ എനിക്ക് ആ, ഓക്കെ തോന്നിയായിരുന്നു ഓക്കെ. ആക്ച്വലി. അപ്പൊ ഞാൻ അതിന്റെ അതിന്റെ കാര്യം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു, അതിന്റെ റീമേക്ക് ആവാം എന്നുള്ള ആ രീതിയിലൊക്കെ. പക്ഷെ ഇതല്ല, ഇതല്ല. ഗോഡ് പ്രശ്നം. ബ്ലസ് യു മമ്മേ, ഗുഡ് ബാഡ് അഗ്ലി, ഞങ്ങള് GBU. ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു പ്രസ്റ്റീജ് പോലത്തെ പടത്തിന്റെ അകത്ത് നിന്ന് വരെ അടിച്ചു മാറ്റിയിട്ട് ചുരണ്ടി മാറ്റിയിട്ടുണ്ടെന്ന് അറിയുമായിരുന്നു. നമുക്ക് ഇതിന്റെ ഡോക്ടർ സിൻസിന് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഓരോ ഈസ്റ്ററുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിക്ക് ഇതിന്റെ അകത്ത് ഈസ്റ്ററുകളെല്ലാം നാട്ടുകാരോട് വിളിച്ച് പറയണം. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് അല്ല അത് ഡീകോഡ് ചെയ്ത് കണ്ടെത്തിയതാണ്. ഈ പറയുന്ന പോലെ അതിന് വേറെന്താ എന്നാ നമ്മുടെ ദ ഗ്യാങ്സ്റ്റർ ഡെവിൾ ദ കോപ്പ് അത് പറയുന്ന പോലെ ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചെങ്കിൽ പുള്ളിക്ക് അത് കംപ്ലീറ്റ്ലി തെറ്റി. എന്റെ പൊന്നിടാവേ മറ്റതൊരു വേറെ മാസ് ലെവലാണ്. ആക്ഷൻ പടം എങ്ങനെ അത് ചെയ്യണം. വേറെ സാധനം. ദിസ് ഇസ് ലൈക്ക് അട്ടർലി ലൈക്ക് അതായത് ഡോഗ്ലിയുടെ ഒരു വലിയ ഫാനായിപ്പോയായിരുന്നു ഞാൻ ആ പടം ആ കണ്ടപ്പോഴത്തേക്കും. ലൈക്ക് പക്ഷേ പുള്ളി നൈസായിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇരുന്ന് പക്ക കുണ്ടായിസം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് നമ്മുടെ ആദിത്യയോടെ കിടന്ന് ഗോഡ് ബ്ലസ് യു GBU അതുപോലെ എടാ AK വോങ്ലി ആയിട്ട് വരെ കണക്ഷൻസ് ഉണ്ട്. ഓ, നീ ഓ, അറിഞ്ഞില്ലേ? ഓ, ഓ, കൊറിയയിലൊക്കെ പോയി കൊറിയൻ ആ, ഗാങ്സ്റ്ററിന്റെ കൊറിയൻ അവിടെയാണ് ഗ്യാങ്സ്റ്റർ AK ഡ്രാഗൺ ആയത്. അതെ. കൊറിയൻ റെഫറൻസ് ഒക്കെ കണ്ടായിരുന്നു. നീ ആ റെഫറൻസ് ഒക്കെ പുള്ളിയുടെ പോക്കറ്റ് ഇട്ട് വെച്ചാൽ മതി. ഇമാതിരി റെഫറൻസ് ആയിട്ട് എന്റെ അടുത്ത് നിന്നുണ്ട് ആ കർമ്മക്കുട്ടിയുടെ വോങ്ലി പിന്നെ ഡോൺ റിക്ക് ഡോൺ വിക്ക് ഡോൺ ഡോൺ റിക്ക് പ്രോസിക്യൂട്ടർ എന്റെ പൊന്ന്. ഡോൺ റിക്ക് പ്രോസ്പെക്ടർ. പിന്നെ പ്രോസ്പെക്ട് മറ്റേ മണി ഹേസ്റ്റിലേക്ക് റെഫറൻസ് ഒക്കെ സംഭവിക്കും. എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം വന്നത് നമ്മുടെ ജോൺ വിക്കിനൊക്കെ കേട്ടപ്പോഴത്തേക്കാണ്. ജോൺ വിക്കിനെ ആ പിടിച്ച ഒരു സാധനം ലൈക്ക് ദേ ഹാഡ് ടു ബുച്ചർ ജോൺ വിക്ക്. ദാറ്റ്സ് നോട്ട് ഫെയർ. എടാ അത് റെഡ് ഡ്രാഗന്റെ പവർ അല്ലേ കാണിക്കുന്നത്. ന്യൂയോർക്കില് ഡോൺ റിക്കിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ 100 പേര് പുള്ളിനെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ AKയും നമ്മുടെ ഡോൺ റിക്കും ചേർന്നാണ് അവരെല്ലാം വെടിവെച്ച് കൊന്നത്. ഡോണ്ടറിക്ക് ആദ്യമേ വെടിവെച്ച് കൊല്ലാണ്ട് വേക്കണയായിരുന്നു സത്യം പറഞ്ഞ. ഡോണ്ടറിക്ക് സത്യം പറഞ്ഞ ബാക്കിയുള്ള ഇതിനേക്കാളും വെടിവെച്ചിട്ട് കുണ്ടുകളെ എന്നെ വെടിവെച്ചിരുന്നതിനേക്കാളും ആക്ച്വലി ബുള്ളറ്റ് പോകാണ്ട് ആറ് തലയോട്ടായിരുന്നു. ഏക്കയുടെ തലയിലോട്ടായിരുന്നു. റെഡ് ഡ്രാഗണിന്റെ മേലെ ഉയർത്തി എഴുന്നേൽക്കരുത്. അതാണ് എന്റെ അഭിപ്രായം. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. അതൊക്കെ നല്ല ഈസ്റ്ററുകളല്ലേ. ഞാൻ പറയുന്നത് ഇനിയിപ്പോ GBU പാർട്ട് 2 മികച്ചതായിരുന്നു. വരുവാണെങ്കിൽ അതിന്റെ അകത്ത് ഇനിയിപ്പോ ഇനി നമ്മുടെ പാർട്ട് 2 അവെഞ്ചേഴ്സ് നമ്മൾ സഹിക്കണോ? ഇല്ല വരുവാണെങ്കിൽ അടുത്ത പടം പുള്ളി വരണം. ആദിത്യ ആവശ്യമില്ലാത്ത രവിചന്ദ്രന്റെ ഐഡിയ ഒക്കെ കൂടെയല്ലേ. കൊടുക്കണ്ട നീ. അതെ, അതിന്റെ ആവശ്യം നീയായിട്ട് ഐഡിയ ഇട്ട് കൊടുക്കരുത്. തലവറ ഇല്ല അടുത്ത പടം പുള്ളി ആദിത്യ രവിചന്ദ്രന്റെ കൂടെ തന്നെയാണെന്നാ പറഞ്ഞത്. അപ്പം എന്ത് അങ്ങനെയാണെങ്കിൽ ചെയ്തു? GBU 2 ആയിട്ടും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. ആദിത്യ രവിചന്ദ്രൻ ബാലയ്യ ആയിട്ടൊരു പടം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനാണ് ഞാൻ വെയിറ്റിംഗ്. നീ എന്നിട്ട് അതിന്റെ വേണം ആവശ്യം എന്താ? ബാലയ്യയുടെ റെഫറൻസുകളെല്ലാം കുത്തിയിരുന്ന് കണ്ട് അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി. നീ ബാലയായിട്ട് പൊളിക്കണം. ഇതൊക്കെ നമുക്ക് ഈ ബാലയുടെ ഒരു ഡാൻസ് ആണ് മാർവൽ ബാലയുടെ ഒരു ഡാൻസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത്. മറ്റേ അതിന്റെ പേര് റോഷി റോളറ്റൊക്കെ ആയിട്ട് അങ്ങനെ ദബിടി ദിബിടി ദബിടി ദിബിടി മറ്റേ ചെണ്ടയൊക്കെ കൊട്ടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഫേവറേറ്റ് പടത്തിൽ അത് വരില്ല കേട്ടോ. ഞങ്ങൾ ഡാക്കുവിന് അഗേൻസ്റ്റ്. ഡാക്കു ഡാക്കു ഒരു നല്ല പടമാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ബാലയ്യ ഫിലിം. നമുക്കൊരു ബാലയ്യ അതെ പടമായിട്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു നമുക്ക് ബാലയ്യ പിന്നെ പടം എന്നൊക്കെ കാണണമെന്നുണ്ട്. അഖണ്ഡയൊക്കെ കാണുക. തീർച്ചയായും ബാലയ്യ പടം പക്ഷെ ഞാൻ പറഞ്ഞ ബാലയുടെ ഒരു വലിയ ഡാൻസ് ഫാനാണ് ഞാൻ. ഈ പ്രായത്തിൽ ആ മനുഷ്യന്റെ ഒരു എന്തൂസിയാസം എനർജി ദെൻ ലൈക്ക് ഡ്രം പോലെ കുണ്ടിക്കിട്ടടിക്ക് അടിക്കുന്ന മറ്റേ സെറ്റപ്പ് ഒക്കെ ഇല്ലായിരുന്നു. പുള്ളി ഹിപ്പ് ഹോപ്പിന്റെ ആളാണ്. ഹിപ്പ് ഹോപ്പ്. പുള്ളി ചെയ്യുന്ന അത്രയും വെറൈറ്റി സ്റ്റെപ്പുകൾ ഇവിടെ ആര് ചെയ്യുന്നുണ്ട്? മറ്റേ തീർച്ചയായും. ബോള് എറിഞ്ഞു പിടിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നല്ലോ മറ്റേ അഖണ്ഡയ്ക്ക് അകത്ത്. അതെ ഓർക്കുന്നുണ്ട്? അതെ അതെ ജയ് ബൈ തീർച്ചയായും. ജയ് ബാലയ്യ അതൊക്കെ. അതിലൊക്കെ അഖണ്ഡ 2ന്റെ ഷൂട്ടിങ് മെയില് തുടങ്ങാൻ പോവെന്ന്. അതിന്റെ വേറെ ഒരു ഇമ്പോർട്ടന്റ് സീക്വൻസ് എന്താണ് വിദേശത്തൊക്കെയാ ചിത്രീകരിക്കുന്നത്. ഇവിടെ ഒന്നും അല്ല, സ്വിറ്റ്സർലാൻഡോ അങ്ങനെ എന്തോ വലിയ 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 സ്ഥലങ്ങളിലൊക്കെയാ സ്വിറ്റ്സർലാൻഡിന്റെ ചീത്ത അഖണ്ഡ. പേരാവുമല്ലോ. അടുത്ത നാട്ടുകാർ തന്നെ ഇപ്പൊ ഓൾറെഡി അതുപോലൊക്കെ ലോകത്തിൽ എവിടെ ഇന്ത്യക്കാർക്ക് ചീത്ത പേര്. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ ആയപ്പോ
സ്വിറ്റ്സർലൻഡിൽ തീർന്നത്. ചീത്തപ്പേരോ എടാ, പത്മശ്രീ ആ നേടിയില്ലേ പുള്ളി പുള്ളി? പത്മശ്രീ റീസെന്റ് ശരിയാണ്. പത്മശ്രീ ബാലയ്യാണ്. എന്റെ ഇന്ത്യൻ മഹാരാജ്യത്തിന് എന്നെ ഒരു പൊൻതൂവൽ കൂടെ പത്മശ്രീ ഭരത് ഡോക്ടർ പക്ഷേ ബാലയ്യ. ഡാക്കുവിന്റെ കാര്യത്തില് ഉർവശിജി പറയുന്നതേ ഉർവശിജി കാരണമാണ് എല്ലാരും ഡാക്കു കണ്ടത്, അല്ലാതെ ബാലയ്യനെ കാണാനൊന്നുമല്ല പുള്ളിക്കാരി പറയുന്നത്. അതിവൻ ശിവാജി കണ്ടത് ശ്രേയാശരനെ കാണാനാണെന്ന് പറഞ്ഞ പോലെ എനിക്കത് അല്ല എന്നെ ഉർവശിയുടെ റവലത്തോടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരത്ത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതുവരെ മറ്റേ ഓ ആണോ? അല്ല അത് ആലോചിക്കണം. അതുവരെ നോർത്ത് ഇന്ത്യൻസിന് പോലും ഇങ്ങനെ ഒരു ആളുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി 60 വയസ്സുള്ള അല്ല അല്ല 90കളിൽ 60കളിലെ വസന്തം 2 കുണ്ടിക്ക് റെഡി അടിച്ചപ്പോഴത്തേക്കും ലൈക്ക് ഹോൾ ഇന്ത്യയാണ് അറിഞ്ഞത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്. ഞാൻ യോജിക്കുന്നു. എന്താ ചിലപ്പോ ചെയ്യാന്? ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അയ്യോ പുള്ളിയെ എന്റെ പുള്ളിയെ അമ്മേ. ഡാൻസ് സ്റ്റെപ്പൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ വേവ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കുന്ന ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ. നെക്സ്റ്റ് ലെവൽ. ആ തുണിയൊക്കെ ഡോക്ടർ സിൻസ് ദയവ് ചെയ്ത് ഡോക്ടർ സെൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നോട്ട് ചെയ്യണം നമുക്കറിയാം. ബട്ട് കൺട്രോൾ യുവർ സെൽഫ് പ്ലീസ്. അല്ല, അവൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഡാൻസ് സ്റ്റെപ്പിന്റെ അകത്തിൽ ഹിപ്പ് വലിക്കുന്നുണ്ട് എന്നാണ്, അല്ലാതെ വേറെ ഒന്നും ആരും വിചാരിക്കരുത്. ഞാൻ ഒരു നിമിഷം ഒന്ന് ഭയന്നു. we are inherently dancers. Dr. Sims is a great dancer. നമ്മളത് പറയണം. സൂപ്പർ ഡാൻസർ ആണ്. അതെ അതെ, ഞങ്ങളുടെ കോളേജിന്റെ ഒരു പുളകമായിരുന്നു ഡോക്ടർ സിംസ് ആൻഡ് ഹിസ് ഡാൻസിന്. ആ ഡാൻസ് ഒക്കെ കളിക്കുന്ന സീനിയർ ചേട്ടായി ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ആൾക്കാര്, ഡാൻസ് കളിക്കുന്ന ചേട്ടായി ചേച്ചിയുടെ ക്ലാസ്സിലാണോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിനക്കത് കണ്ട സമയത്ത് പറഞ്ഞുകൂടായിരുന്നു. ഇല്ല ഇല്ല, പറയില്ല. അത് അങ്ങനെ ഒരു ഉപകാരം നീ ചെയ്യരുത്. ഒരു പ്രണയത്തിന് വേണ്ടി നീങ്ങി നടക്കുന്ന ഒരു യുവാവിന്റെ വേദന നിനക്ക് മനസ്സിലാകത്തില്ല. ജിബിയുലേക്ക് വരുമ്പോൾ ജിബിയുല് പിന്നെ ഈസ്റ്റർ എഗ്ഗുകളുടെ ഒരു പരമ്പരയാണെന്ന് പറഞ്ഞല്ലോ. അത് കൃത്യമായിട്ടാണ് കുമാരി ഒരു കാര്യം വിട്ടുപോയി. അത് ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതണമായിരുന്നു. അങ്ങനെയായിരുന്നു കറക്റ്റ് ആയിട്ട് എത്രയധികം റെഫറൻസുകൾ ഉണ്ടെന്ന്. അത് ഞാൻ പറഞ്ഞ ചില റെഫറൻസുകളൊക്കെ പുള്ളിക്കാരി എഴുതിയില്ല. കൊണ്ട് വയ്യ, മടുത്തു. 4 പേജോളം ഉണ്ട് ഞങ്ങൾ നോട്ട് ചെയ്ത ഈ ഡോൺ വിക്കും ജോൺ വിക്കും ഡോൺലി ഒക്കെ മാത്രമല്ല, എന്താണ് നമ്മുടെ കിൽ ബില്ലിന്റെ അകത്തിലെ എന്താണ് ജാക്കറ്റ് വരെ ദിഗംബരൻ നോട്ട് ചെയ്തായിരുന്നു. ഉമ്മ തർമൻ ഇട്ടുകൊണ്ട് നടക്കുന്ന അതേ കോസ്റ്റ്യൂമിലാണ് ഇതിൻ്റെ അകത്ത് സിമ്രൻ വരുന്നത്. ഒരു കിൽ ബിൽ റെഫറൻസ് ഉണ്ട്. പിന്നെ ഈവൻ ചാപ്റ്റർ വൈസ് ആയിട്ടാണല്ലോ തിരിക്കുന്നത്. ഇപ്പൊ ഗുഡ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, ബാഡ് എന്നുണ്ട്, പിന്നെ അഗ്ലി, അങ്ങനെ 3 ചാപ്റ്ററുകളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ ഒരു ടൊറന്റീനോ റെഫറൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ചാപ്റ്റർ വൈസ് ആയിട്ട് തിരിച്ച് ഇതൊന്നും മാത്രമല്ല ഡോക്ടർ സിൻസ് കേൾക്കണം, ഈ ഇന്റർനാഷണൽ റെഫറൻസുകൾ മാത്രമല്ല ദിഗംബരൻ കണ്ടുപിടിച്ചത്. മറ്റേ പിരികം പൊക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, പ്രിയ വാര്യർ, അവര് എന്താ പിരികം പൊക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒമർ ലുലുവിന്റെ ഏതൊരു പടത്തിലെ റെഫറൻസ് പ്രിയ വാര്യർ വിങ്ക് ചെയ്ത് കാണിച്ചപ്പോ അതുകൊണ്ട് ഒരു ഡാൻസ് പുള്ളിക്കാരത്തി എന്നത് കളിക്കുന്നുണ്ട്. എനിക്ക് അതോടെ മതിയേ. നന്നായിരുന്നു, നല്ല ഡാൻസ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. ആ ഡാൻസ് ആക്ച്വലി സിമ്രന്റെ ഒരു സിനിമയ്ക്കകത്ത് പുള്ളിക്കാരത്തിയുടെ ഡാൻസ് ആണ്. അതുകൊണ്ടാണ് സിമ്രന് രണ്ടാമത് ആ ക്രൂസിൽ വരുമ്പത്തേക്ക് ആ ബാഗ് ഇതിട്ട് കൊടുക്കുന്നത്. അതിൽ പുള്ളിക്കാരത്തിന്റെ കൂടെ കളിച്ചത് നമ്മുടെ പ്രഭുദേവയുടെ അനിയനായിരുന്നു. അല്ല, എനിക്ക് വേറെ ഒരു ഡൗട്ട് ഉണ്ട്. കമ്മിങ് ബാക്ക് ടു ദ ഗുഡ് പോർഷൻ, ഈ ഗുഡ് പോർഷന്റെ അകത്തിൽ പുള്ളി ജയിലിൽ കിടക്കുവാണല്ലോ. ഈ ജവാന്റെ അകത്തിലും എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ തമിഴ് പോസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് വല്ല ടൈപ്പ് ജയിൽ വേണോ ഇത്? ജവാന്റെ അകത്തിൽ ഈ ജയിലായിരുന്നു, അൾട്രാ മോഡേൺ ജയില്. അതും എല്ലാരും ജോളി ആയിട്ടൊക്കെ ഹാപ്പി ഡാൻസ് ഒക്കെ കളിക്കുന്ന റൗണ്ടാന ജയിലൊക്കെ. ഇതെന്ത് പണ്ടാരും വിശ്രമവേളകൾ ആനന്ദകരമാക്കേണ്ടത് അവരുടെയും കൂടെ ഉത്തരവാദിത്വമല്ലേ? അത് മുംബൈയിലെ ജയിലായിട്ടാ കാണിക്കുന്നത്. അപ്പൊ മുംബൈയില് ഇനിയിപ്പം ജയിൽ അങ്ങനെ ആയിരിക്കും. മുംബൈയിൽ ശരിക്കും ഇങ്ങനെയാണോ ജയിൽ? എന്നാ പിന്നെ നിങ്ങളൊക്കെ ജയിലിലോട്ട് വിടുന്നത്? പുള്ളി ജയിലിൽ പോയ ഒരു പ്രത്യേക ഇതിലാണ്. അതായത് പുള്ളി സ്വയം കീഴടങ്ങുമായിരുന്നു പടത്തിന്റെ തുടക്കത്തിൽ. ഞാൻ അങ്ങ് കയറി ചെല്ലുകയായിരുന്നു, എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യൂ. സരോജി വേണ്ടതായിരുന്നു.
അത് ആ നമുക്ക് സാധനം റെഫറൻസ് ആയിട്ട് കടുവയ്ക്കകത്ത് കണക്കൂടാ. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ആ പോലീസുകാരെ ശരിയാണ് തല്ലിയിട്ടിട്ട് പുള്ളി ചെന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന പോലെ. അയ്യോ. പിന്നെ അല്ലാണ്ട് ഏക്കേനെ അല്ലാണ്ട് പിടിക്കാൻ പറ്റുമോ? റെഡ് ഡ്രാഗനെ ഒന്നും തൊടാൻ പോലും പറ്റില്ല. എനിക്ക് തോന്നുന്നു എവിടെയൊക്കെ കണക്ഷൻസ്, കൊറിയൻ കണക്ഷൻ, ന്യൂയോർക്കിൽ താണ്ട ജോൺ വിക്ക്, പിന്നെ മറ്റേ സ്പെയിനിലാണെങ്കിൽ പ്രൊഫസർ, ഇവരെല്ലാം കിടക്കുമ്പോഴത്തേക്ക് എങ്ങനെ പിടിക്കും റെഡ് ഡ്രാഗനെ? അതാണ് അത്. റെഡ് ഡ്രാഗൺ എന്ന പേര് വന്ന എങ്ങനെയാണെന്ന് ഡയറക്ടർ പറയുന്നുണ്ട്. റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരേ സമയം പ്രൊട്ടക്റ്റും ചെയ്യും, അതേസമയം നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ സംഹാരകനും മികച്ചതായിട്ട്. സംരക്ഷകനും ആയതുകൊണ്ടാണ് AK ദ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നല്ല മികച്ച ഒരു ക്യാമിയോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാമിയോ നമ്മുടെ ദീദിയുടെ ക്യാമിയോ ആയിരുന്നു. ഐ എം എ ദീദി ഫാൻ. എനിക്ക് പണ്ട് കുഞ്ഞിലെയൊക്കെ പുള്ളിക്കാരിയുടെ എൻ്റെ കേരളം ഇത്ര സുന്ദരം ഒക്കെ കേൾക്കുമ്പോൾ നീ പോത്തമ്പാവ സിനിമയുടെ കടുത്ത ഓ ആരാധികയല്ലേ? yeah. പിന്നെ പക്ഷെ അല്ലാതെ ദീദി ഏത് പടത്തിൽ വരുന്നോ ഞാൻ ആ പടം കാണും. നല്ലൊരു പടമായിരുന്നു അത് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോത്തമ്പാവ അല്ലേ? എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര എൻ്റെ ഒരു ഇഷ്ടമാണ്. ഗിൽറ്റി പ്ലഷർ ആണ്. ലൈക്ക് ഞാൻ വാമനപുരം വെസ്റ്റ് റൂട്ടും കാണാറുണ്ട്. എനിക്ക് ആ പടം ഇഷ്ടം. പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ അതിൻ്റെ അകത്ത് നല്ല, എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണ് പുള്ളിക്കാരത്തിയുടെ അതിനകത്ത്. അല്ലേ ദീദിയുടെ ക്യാരക്ടർ വെറൈറ്റി വെറൈറ്റി നൈസ്. ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതില് മൂകാംബിക യൂണിവേഴ്സിലെ ഡാഡി ആയിരുന്നു. പിന്നല്ലാതെ ഓക്കെ. പുള്ളിക്കാരി കെട്ടുന്നത് മൂകാംബിക യൂണിവേഴ്സ് MCUലെ നെടുമുടി ആളാണ്. ചെയ്യായിരുന്നില്ലേ? Yes, തീർച്ചയായും. yes. ഓ, പക്ഷെ yeah, നൈസ്, ദീദി വാസ് എ നൈസ് അഡിഷൻ കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. പുള്ളിക്കാരി ഒരു എന്താണ് എന്തോ പ്രസിഡന്റ് ആയിട്ടാണോ CM ആയിട്ടാണോ എനിക്കത് അങ്ങോട്ട് വ്യക്തമായില്ല. ഒരു പവർഫുൾ എന്തോ ഒരു ക്യാരക്ടർ. പൊളിറ്റിക്കൽ എന്തോ ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടർ. ഹെഡ് ആയിട്ടാണ്. പക്ഷേ ലൈക്ക് പുള്ളിക്കാരത്തി ആ ഒരു ക്യാരക്ടർ നല്ലപോലെ ചെയ്യും. കാരണം ബിക്കോസ് ഷീ ഹാസ് ദാറ്റ് വോയിസ് വിച്ച് ഇസ് കൈൻഡ് ലൈക്ക് റിയലി പവർഫുൾ. അത് പുള്ളിക്കാരത്തിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും. പുള്ളിക്കാരി ദീദിയുടെ ഞാൻ ഭയങ്കര cameo. ഫാനാണ്. അതിലെ പിന്നെ അജിത്ത് വന്ന് ഇറങ്ങുന്ന കാറിന്റെ നമ്പർ എന്തുവായിരുന്നു? MH05 AK63. AK63 ആണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. അപ്പൊ അതിന്റെ ഒരു റെഫറൻസ് ആയിട്ട് അവിടെ നമ്പർ പ്ലേറ്റില്. അപ്പൊ പിന്നെ MH05 എന്താണ്? അത് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ. ഓ ആണോ, സോറി. മുംബൈയിലാണല്ലോ, മുംബൈ ഗാങ്സ്റ്റർ ആയതുകൊണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ജയിലിലെ നമ്പർ 63 ആണ്. അപ്പം അത് അവിടെ 63 ഒരു ആണ്. റെഫറൻസ് ശരിയാണ്, ഉണ്ട്. correct. തീർച്ചയായും അങ്ങനെ ഒരു ഇതുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യമുണ്ട്. പുള്ളി ഈ ജയിലിനകത്തിലെ ഫൈറ്റില്ലേ, ജയിലിനകത്ത് ഒരു ആൾ ആദ്യം എസ്കേപ്പ് ചെയ്യാൻ നോക്കുക. ആ എസ്കേപ്പിങ്ങിനിടയിൽ നമ്മുടെ മലയാള സിനിമയിലെ ഷാർപ്പ് ഷൂട്ടർ ആണത്. തീർച്ചയായും അദ്ദേഹമാണ് അതിന്റെ അകത്ത് വരുന്നത്. എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ അത് ഫെയിൽഡ് അറ്റംപ്റ്റ് ആവുമല്ലോ. പക്ഷെ ആ ഇടിക്കിടയിൽ പുള്ളി എന്തോ ഒരു സ്റ്റീൽ റോഡ് എടുത്ത് വളച്ച് അതിനെ ഒരു സ്നെയിൽ ഷെൽ പരുവത്തിലാക്കുന്നുണ്ട്. പുള്ളിക്ക് വല്ല സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് വല്ലതും ഉണ്ട്. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്താണത്. റെഡ് ഡ്രാഗൺ അല്ലേ? ആണല്ലേ. ഡോക്ടർ സിൻസൺ ഇതിനെ പറ്റി, പുള്ളിയുടെ സൂപ്പർ സ്ട്രെങ്തിനെ പറ്റി വല്ലതും പറയാറുണ്ടോ? അവഞ്ചേഴ്സ് തോറ്റുപോകും. അവഞ്ചേഴ്സ് ഒക്കെ അങ്ങോട്ട് മാറി നിൽക്കും പുള്ളിയുടെ അടുത്ത്. ഇനി ഞാൻ ശരിക്കും വിചാരിച്ചു വല്ല സൂപ്പർ ഹ്യൂമൻ ഞാൻ MCU ഇനിയിപ്പോ കാണുന്നില്ല. ബിക്കോസ് ഐ ബിലീവ് ഇൻ AK യൂണിവേഴ്സ്. അതാണ് ദിസ് ഈസ് ലൈക്ക് അമേസിംഗ് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് where you can actually bend anything. AKU. AK. നമ്മളൊരു AKU പിന്നെ ഉണ്ട്. ടെലപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള കഴിവൊക്കെ ഉണ്ട്. ടെലപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ? അതെവിടെയായിരുന്നു? പിന്നെ മറ്റേ ഒരു സ്ഥലത്ത് നിന്ന് അവര് ഓപ്പണൻസ് ഓടുമ്പോഴത്തേക്ക് പുള്ളി അപ്പുറത്തെ ഏരിയയിൽ വന്ന് നിന്ന് പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കഴിവുണ്ട്. അയ്യോ, എന്താണ് അത്. പിന്നെ നമ്മൾ ഇന്നലെ മണിച്ചിത്രത്താഴിന്റെ തമിഴ് വേർഷൻ എന്താണ് ചന്ദ്രമുഖി ചെയ്തായിരുന്നു. സോ ചന്ദ്രമുഖിയിൽ അതിൻ്റെ അകത്ത് ചന്ദ്രമുഖിക്കും ആ ഒരു പെവർ ഉണ്ട്. ചിലപ്പം ചന്ദ്രമുഖിയും ആ യൂണിവേഴ്സിലെ ആളായിരിക്കും. ഇതിന്റെ ഹിന്ദി റീമേക്ക് വല്ലതും മറ്റേ നമ്മുടെ ആരാ ചെയ്യുന്നത്? ജയിൽ കാ ഖില്ലാടി, GBU കാ ഖില്ലാടി. അക്ഷയ് കുമാർ ഡ്രാഗൺ. തീർച്ചയായും അക്ഷയ് കുമാർ. എനിക്ക് ഇത് ബാലയ്യ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. എന്നാലേ ഉള്ളൂ ഒരു ചെയ്യുന്ന പോലെയല്ല അക്ഷയ്ജി ചെയ്യുന്നത് എന്തും ബെറ്റർ ആണെന്നാണ് അക്ഷയ്ജിയുടെ ഫാൻസ് പറയുന്നത്. അക്ഷയ്ജി ഇത് ചെയ്യുന്നതിന് മുമ്പ് ഡെസേർട്ട് കാ കിലാടി ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആഡ് ചെയ്ത് അതൊന്ന് നല്ല ആടൊക്കെ പറക്കാൻ പോവാ.
ഡിസൈഡ് കിലാടി ചെയ്യണം എന്നുള്ള പിന്നെ ഒരു ആഗ്രഹം. ആടുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടല്ലോ അതിനകത്തില്. ചിലപ്പോ ആടുമായിട്ടുള്ള ഫൈറ്റ് ഒരു ആടുമായിട്ടായിരിക്കത്തില്ല ഫൈറ്റ് ചെയ്യുന്നത്. 25 ആട് 100 ആടൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യും അദ്ദേഹം. നമ്മുടെ പൃഥ്വിരാജിന്റെ തൊട്ട് ഫീബിൾ മനുഷ്യനൊന്നല്ല പുള്ളി. പുള്ളി ഒരു കില്ലാടിയാണല്ലോ. ശരിയാണ്. യെസ്. അപ്പം കമ്മിങ് ബാക്ക്, വേറെ ഏതൊക്കെ ഡോക്ടർ സിൻസ് ശ്രദ്ധിച്ച ഏതൊക്കെ എന്താണ് റെഫറൻസസ് ഏതൊക്കെയായിരുന്നു? ഐ മീൻ എഴുതി വെക്കാതെ നമ്മള് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന റെഫറൻസസ് ഉണ്ടല്ലോ, അത് ഞാൻ സത്യം ഏതൊക്കെയായിരുന്നു? പറഞ്ഞ ബാക്കി എല്ലാ റെഫറൻസും തന്നെ മറന്നുപോയി. ഞാനൊരു ഇത് ജീവിതത്തിൽ ഒരു ബാഡ് മെമ്മറി ആയിട്ടാണ് ഞാൻ ഇതിന് കണക്ക് കൂട്ടുന്നത്. 1.5 മണിക്കൂർ മറക്കാൻ മറക്കാൻ ശ്രമിക്കുന്നു. ശ്രമിക്കുന്ന ഒരു 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 നിമിഷം, ടു ബി ഓണസ്റ്റ്. റെഫറൻസ് എന്നെ കൊണ്ട് നിനക്ക് അല്ലെ, കുറച്ച് റെഫറൻസ് ഞാൻ ഇതുപോലെ ഓർക്കുന്ന പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞല്ലേ മണി ഹൈസ്റ്റ് റെഫറൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രോഡ്ലി റെഫറൻസ്, അതുപോലെ നമ്മുടെ ജോൺ വിക്ക് റെഫറൻസ്, അങ്ങനെ ജോൺ കുറച്ച് വിക്ക്. ഇതുപോലെ കുറച്ച് റെഫറൻസ് ഒക്കെ ഞാൻ സത്യം പറഞ്ഞ ഓർക്കുന്നുള്ളൂ. എടാ ആ സീക്വൻസിൽ തന്നെ, ആ സീക്വൻസുകളിൽ തന്നെ, അതായത് ഡോൺലി വരുന്നു, ജോൺ വിക്ക് വരുന്നു, അതുപോലെ നമ്മുടെ പ്രൊഫസർ കെ പ്രസപ്റ്റർ വരുന്നു. അതിന്റെ കൂടെ തന്നെ ലോങ് കോട്ടും ഒരു പ്രത്യേക തരം മറ്റേ ഡയറക്ടർ തൊപ്പി ഉണ്ടല്ലോ, തൊപ്പിയൊക്കെ വെച്ചോണ്ട് വരുമ്പോഴത്തേനും ദിഗു പറയുന്നുണ്ടായിരുന്നു ഇറ്റ് മൈറ്റ് ബി പീക്കി ബൈ ബ്ലൈൻഡർ എന്താണ് റെഫറൻസ്. എനിക്ക് നിനക്ക് അങ്ങനെ പീക്കി തോന്നുന്നുണ്ടോ? ബ്ലൈൻഡേഴ്സിന്റെ ഒരു നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു ചെറിയ ചിലപ്പോ ആയിരിക്കും. ഉണ്ടാകുന്ന എനിക്ക് തോന്നി. ഓ ഓക്കെ. ബട്ട് അത് പീക്കി ബ്ലൈൻഡർ സ്റ്റൈല് തൊപ്പിയും പിന്നെ എക്കയുടെ കോട്ടൊക്കെ അതുപോലെയാണ് നീളത്തിലുള്ള. അല്ല, എനിക്ക് മനസ്സിലാത്ത വേറൊരു കാര്യമുണ്ട്. ഇതിനകത്തിൽ എന്തിനാണ് ജാക്കി ഷ്രോഫിനെ കൊണ്ടുവന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിപ്പോ അവസാനത്തെ ജയിലറിലെ പുള്ളി JCB ഡ്രൈവർ ആയിട്ട് വന്നതിനേക്കാളും ഭേദമല്ലേ? അതുപോലെയൊക്കെ തന്നെ ഇതിന് ലാഫിംഗ് തെറാപ്പി സ്വീകരിക്കുന്ന ആളായിട്ടാണ് അത് അല്ല, അവസാനത്തെ 15 മിനിറ്റിലെങ്കിൽ അവര് തമ്മിൽ ഒരു ഫൈറ്റോ ആ മനുഷ്യൻ എന്തെങ്കിലും ഒരു വിലയോ കൊടുക്കുന്ന ഞാൻ വിചാരിച്ചു. വെറുതെ വെറുതെ അതിന് ആക്കണം. പാർട്ട് 2ലേക്ക് വെച്ചിരിക്കുന്നതാണ്. അയാള് എനിക്ക് തോന്നുന്നു അയാള് പെരിയ തലയാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിഗ് ഡാഡി. അല്ല GB ബിഗ് ഡാഡി യൂണിവേഴ്സിലെ വേറെ ഒരു റോളക്സ് ആണ്. പുള്ളിയില്ലേ? ഓ അതും ആവാനുള്ള ചാൻസ് ഉണ്ട്. ബിഗ് ഡാഡിന്ന് വേറൊരുത്തനുണ്ട് ഇതിനകത്ത്. വേറൊരു സായിപ്പുണ്ട്, ഒരു അത് ഞെട്ടുന്ന ശരിയാണ്. സായിപ്പ്. സായിപ്പിന് നൈസായിട്ട് തട്ടി. Anyways, പക്ഷെ അതിനൊക്കെ ദിഗുവിന്റെ ഫാൻ ലെവൽ എവിടം വരെ പോകുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. നമുക്ക് ടൈറ്റിൽ കാർഡിന്റെ അകത്തില് ഈ 9 അജിത്ത് ഇങ്ങനെ ഒരു ഫണൽ ഷേപ്പിൽ നിൽക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടൈറ്റിൽ കാർഡ് ഉണ്ട്. ഇതിന്റെ അകത്തിലെ ടൈറ്റിൽ കാർഡിന്റെ അവസാനത്തെ സാധനമാണ്. അതിന്റെ അകത്തിലെ ഓരോ റോളും ഫ്രം ദ അപ്പിയറൻസ് ഹി കുഡ് ഐഡന്റിഫൈ എന്നുള്ള ഒരു തീർച്ചയായും. പ്രത്യേക തരത്തിലുള്ള ഒരു അതൊരു മാനസികാവസ്ഥയിലായിരുന്നു ദിഗു. സിനിഫൈൽ എന്ന നിലയിൽ പ്രത്യേകിച്ച് അത് എനിക്ക് സിനിഫൈൽ ഒന്നല്ല, നീ ശരിക്കും ഒരു കാട്ട് ഞാനൊരു AK ആമയാണെന്നാണല്ലേ? ഫാനാണ്. അത് ആമയാ? അത് AK ഫാൻസിനെയൊക്കെ ആമകൾ എന്നാണല്ലോ പറയാറ്. അതെന്താ? അതറിഞ്ഞൂടെ? ഇല്ല, അതായത് അറിഞ്ഞിട്ടില്ല. എനിക്കിങ്ങനത്തെ തമിഴില് നമ്മള് ഇപ്പം അത് ഇവരെ ഇപ്പം ഓരോരോ ടേമുകളിലാണ് ഫാൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് നായകന്മാർക്ക് ഇട്ട പേരുകളിലാണ്. ഓക്കെ. അപ്പോ അനിൽ എന്ന് പറയുന്നത് വിജയ് ഫാൻസിനെയാണ് പറയാറ്. അത് വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്തപ്പടി, അതായത് SA ചന്ദ്രശേഖർ. ഞാൻ അല്ലോയിന്ന് കേട്ടിട്ടുണ്ട്. അനിൽ അല്ല, അത് FFC റെഫറൻസ് അതല്ല, ഇത് വേറെ. അതല്ലേ, ഇത് അനിൽ വേറെ. എന്നാണ് അവര് വിജയ് ഫാൻസിനെയൊക്കെ പറയാറ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജയലളിത ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജയലളിത ഒരു ഇലക്ഷനിൽ അവർ ജയിച്ച ടൈമില് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വിജയ് ഫാൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ഇതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ SA ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. അത് ഏതൊരു പടത്തിന്റെ റിലീസ് എന്തോ എന്നെ ഹെൽപ്പ് ചെയ്തതിനോ അങ്ങനെ ഒരു പ്രതിപകാരമായിട്ട് അങ്ങനെ പറഞ്ഞ് അവർ ആ ഇലക്ഷനിൽ ജയിച്ചു. അപ്പൊ ആ ഇലക്ഷനിൽ ജയിക്കാൻ കാരണം ഞങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്ന് ഒരു കാര്യമില്ലാതെ ഇങ്ങേരെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞു. ജയലളിതയുടെ സ്വഭാവം അറിയാമല്ലോ. പുള്ളിക്കാരി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അത്രയ്ക്കായോ എന്നുള്ള രീതിയിൽ അതിന് തിരിച്ച് നല്ല രീതിയിൽ പണി കൊടുത്തായിരുന്നു. തലൈവയുടെ റിലീസിന്റെ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അതിന്റെ പ്രിന്റ് ലീക്കാക്കി, വ്യാജ DVD ആദ്യം ഇറങ്ങി. തമിഴ്നാട്ടിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് റിലീസായത്. പിന്നെ വിജയ് അതിന് ബോംബ് ത്രെറ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ പടം റിലീസാകാതെ അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്ത് ലാസ്റ്റ് പുള്ളി എന്തോ ഒരു മാതിരി അപ്പോളജി വീഡിയോ പോലെ പറഞ്ഞാൽ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളെല്ലാം സോൾവ് ആയത്. അപ്പം അന്ന് മുതൽ ഈ പറഞ്ഞ പോലെ പുള്ളി അന്നേരം ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് രാമൻ ശ്രീലങ്കയിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാല വിട്ടായിരുന്നല്ലോ. പാല വിട്ടപ്പം അണ്ണാനൊക്കെ വന്നിട്ട് ഇങ്ങനെ കല്ലൊക്കെ പെറുക്കിയിട്ടിട്ട് ആണല്ലോ അതിന് പ്രത്യുപകാരമായിട്ട് പുള്ളി തടവിയത് കൊണ്ടാണ് അണ്ണാന്റെ മുതുകത്ത് ആ 4 വിരലിന്റെ ഇങ്ങനെ സ്ട്രൈപ്പ് വന്നത് എന്നാണല്ലോ ഐതിഹ്യം. അപ്പം രാമന് ശ്രീലങ്ക കടക്കാനായിട്ട് സഹായിച്ച അനിലിനെ പോലെ, അതായത് അനിൽ എന്ന് പറയുന്ന അണ്ണാനാണ് പറയുന്നത്.
അനിലിനെ പോലെ ഞങ്ങളൊരു അനിലായി വർക്ക് ചെയ്തു എന്ന് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു. അതിനുശേഷമാണ് വിജയ് ഫാൻസിന് ഈ അനിൽ എന്നുള്ള പേര് വന്നത്. പിന്നെ അജിത് ഫാൻസിന് ആമൈ എന്നുള്ള പേര് അവർ ഇങ്ങനെ പകരമായിട്ട് ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പടങ്ങളിലൊക്കെ പുള്ളി സ്ലോ മോഷനിൽ നടന്നു വരുന്നത് കുറച്ചേറെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആമ പതുക്കെയാണല്ലോ നടന്നു പോകുന്നത്. അതുകൊണ്ട് പുള്ളിയുടെ ഫാൻസിന് ആമൈ എന്നാണ് പേര് വന്നിരിക്കുന്നത്. And that പിന്നെ makes so ഇനിയിപ്പം much sense, you know. ഇനിയിപ്പം സൂര്യ ഫാൻസിന് അവര് തവക്കാളെ എന്നാണ് പറയുന്നത്. അതായത് തവള ആയിട്ടാണ് അത് കമ്പയർ ചെയ്തത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തവക്കാള ആ എന്നാണോ തമിഴില് തവള ആ പറയുന്നത്? തവളയ്ക്ക് തവക്കാള എന്ന് പറയാറുണ്ട്. ഓ, അപ്പൊ തവക്കാള നന്നായി. എന്നുള്ള ഈ തവള എന്നുള്ള പേര് വന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സിംഗം പടങ്ങളിൽ പുള്ളി ചാടി അടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ പടങ്ങളിലൊക്കെ പുള്ളി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പുള്ളീനെ അങ്ങനെ കമ്പയർ ചെയ്ത് പുള്ളിയുടെ അനിമലായിട്ട് ഇവര് തവള എന്നാണ്. അപ്പൊ അപ്പം തലൈവർ എന്നാ സൂര്യ പറയുന്നത്? അപ്പൊ ഫാൻസിന് ഞാനൊരു തവള. ഞാനൊരു തലൈവർ. തവക്കാളയാണ് കേട്ടോ. ഞാനൊരു സൂര്യ ഫാനാണ്. തലൈവറിന്റെ കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തലൈവർ ഈയിടെ മറ്റേ ജയിലറിന്റെ ഓഡിയോ ലോഞ്ചില് കഴുകും കാക്കയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഥയൊക്കെ പറഞ്ഞതുകൊണ്ട് പുള്ളിയുടെ ഫാൻസിനെ ഇപ്പൊ അവര് കഴുക് എന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷെ അവരെ അത് യഥാർത്ഥത്തിൽ കേട്ടിട്ടില്ല. വിളിച്ചുകൊണ്ടിരുന്നത് മെന്റലാൻസ് എന്നാണ്. മെന്റലൻ എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജനീകാന്ത് ഒരു പീരിയഡ് ഓഫ് ടൈമില് പുള്ളി കുറച്ച് ചെറിയ ഡിപ്രഷൻ അങ്ങനത്തെ കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയും അതിൻ്റെ ഒരു സ്ട്രെസ്സിലൊക്കെ ആയതുകൊണ്ട് പുള്ളി കുറച്ച് ഡിപ്രഷനും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് വന്ന് സൈക്യാട്രിക് ഹെൽപ്പ് ചെറുതായിട്ട് തേടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരമൊക്കെ രജനിക്ക് പ്രാന്താണ്, പുള്ളി മെന്റലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ, so പത്രത്തില് dark. വാർത്തകൾ വരികയും അങ്ങനത്തെ രീതിയിലൊക്കെ വന്നിട്ട് അപ്പൊ അന്നേരം തൊട്ട് മെന്റലിന്റെ ഫാൻസ് എന്നുള്ള രീതിയിൽ മെന്റലൻസ് എന്നുള്ള രീതിയിലാണ്. അതെന്ത് ഷിറ്റ്. ഓ, അതൊരു ആ ഭയങ്കര ഡാർക്ക്. ഞാൻ വിചാരിച്ച Yeah. പുള്ളിയുടെ പടം എല്ലാം ഒരുമാതിരി മെന്റൽ അടിച്ചപ്പോൾ ആൾക്കാരെ ഇതൊക്കെ കാണുമെന്നുള്ള രീതി. അല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ട് അവരെ മെന്റലൻസ് എന്നാണ് പറയാറ്. അപ്പൊ അങ്ങനെ ഡാർക്ക്. ഓരോ കാറ്റഗറിക്കും ഓരോരോ പേരുകളൊക്കെയാണ്. മിസ്റ്റർ ഓ, അത് മിസ്റ്റർ ദിഗംബരൻ ആ ഒരു കാറ്റഗറി പെടുന്നതാണോ? മിസ്റ്റർ ഞാൻ ദിഗംബരൻ ഏത് കാറ്റഗറി പെടുന്നതാണ്? എനിക്കിപ്പോ അറിയണം. എനിക്കറിയാം ഏത് ഞാന് കാറ്റഗറിയാന്ന്. ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രോപ്പർ സിനിമ ആരാധകനാണ്. എനിക്ക് അങ്ങനെ ഇന്ന ആളുടെ ഇനിയിപ്പോ ഫാൻ അങ്ങനെ പറഞ്ഞാൽ എന്നൊന്നും. മതിയല്ലോ. ഇവൻ ഒരു ഭയങ്കര തലൈവർ ഫാനാണ്. ഇല്ല. അത് തലൈവർ പടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ തലൈവർ ഫാനാണ്. ജിബിയുനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനൊരു തല ഫാനാണ്. ഇനിയിപ്പോ വിജയുടെ ഏതെങ്കിലും പടമാണെങ്കിൽ ഞാനൊരു വിജയ് ഫാനാണ്. അങ്ങനെ ഓ, എല്ലാവരുടെയും ഫാനാണ്. അത് ബട്ട് പറയുമ്പോഴാ ഒരു കമൽ ആണ്ടവർ ഹാസൻ ഫാനാണെന്ന് ഞാൻ ഫാൻസിന്റെ എപ്പോഴും അതെ പറയാറില്ല. അതെ അതെ. ഞാൻ ശരി, ചോദിക്കാൻ വരുന്നത് കമൽഹാസൻ ഫാൻസിന് പേരൊന്നും ഇല്ലേന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അത് ആണ്ടവർ ആരാധകരാണല്ലോ. അപ്പം വേണോ? ഓ, ആണ്ടവർ അതിന് ഫാൻസ് പ്രത്യേകിച്ച് തവള മാക്രി അവർക്കും ഒന്നുമില്ലേ? അവർക്കും അതുപോലെ എന്തോ ഒരു സംഗതി ഉണ്ട് കേട്ടോ. അതുപോലെ എന്തോ ഒരു പേരുണ്ട്. ബട്ട് അവരെല്ലാം കോമൺലി ഈ ആണ്ടവർ ആരാധകർ എന്നുള്ള രീതിയിലാണ് അവരറിയപ്പെടുന്നത്. True. ഡോക്ടർ സിൻസോ? ഡോക്ടർ സിൻസിന് തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ ആരാണ്? വിജയ് സേതുപതി. ഓ, Yeah. ഓ എനിക്ക് ബാക്കിയുള്ളവരെ നീ മക്കൾ സെൽവൻ ആരാധകനാണോ? മക്കൾ സെൽവൻ മക്കൾ ആരാധകനാണ്. സെൽവൻ. കുറച്ച് നല്ല നല്ല അഭിനയം ഉള്ളത് കൊണ്ട് എനിക്ക് പുള്ളീനെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായും. നേരത്തെ സൂര്യ ഉണ്ടായിരുന്നു. തീർച്ചയായും. സൂര്യയുടെ ആക്ച്വലി ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കങ്കുവ കണ്ടിട്ട് നീ വെറുത്തു പോയോ നീ? കങ്കുവയിലും ആക്ച്വലി പുള്ളിയുടെ പെർഫോമൻസിനോട് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല, ടു ബി ഓണസ്റ്റ്. Oh my god, തിയേറ്ററിൽ കാണാൻ കേട്ടാ. തിയേറ്ററിൽ കണ്ടിട്ട് ചെവി അടിച്ചു പോയത്. അല്ലെ, തിയേറ്ററിൽ കാണുന്നത് വേറെ എക്സ്പീരിയൻസ്. പക്ഷെ തിയേറ്ററിൽ കണ്ടില്ല. മറ്റേ ആമസോൺ പ്രൈമിനകത്താണ് ഇരുന്ന് കണ്ടത്. പക്ഷെ ടു ബി ഓണസ്റ്റ് അങ്ങനെ എനിക്ക് പുള്ളിയുടെ ആക്ടിങ്ങിനോട് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് മക്കൾ സെൽവന്റെ ഒരു അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഈവൻ മാസ്റ്ററിനകത്ത് തീർച്ചയായും. ആണെ പോലും എന്താ സത്യം പറഞ്ഞ വിജയനെ അങ്ങ് കടത്തി വിട്ടു പോയി. അല്ല, അത് ഉറപ്പായിട്ടും. തെളിവാണ്. അത് തീർച്ചയായിട്ടും. നോ ഡൗട്ട്. സോറി. ഭവാനി. Yeah. അപ്പം നമ്മുടെ ഈ അങ്ങനെ തുടരുന്നകത്ത് പുള്ളിയുടെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നല്ലോ. സൂര്യയുടെയോ? അല്ലല്ല, ഓ, അല്ല വിജയ് 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 സേതുപതിയുടെ. സേതുപതിയുടെ. ശരിയാണ്. യെസ്. ഞാനത് പുള്ളിയുടെ ഒരു ക്യാമിയോ പ്രതീക്ഷിച്ചു. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു. അല്ല പക്ഷെ അപ്പൊ അവരെ DA ചെയ്യേണ്ടൊക്കെ ബുദ്ധിമുട്ട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വരും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ ഈ ഇങ്ങനെ കുറെ തമിഴ് പടങ്ങളൊക്കെ ഒരുപാട് കാണുന്നത് കൊണ്ടാണ് എനിക്ക് അജിത്തിന്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക് ലുക്കുകൾ കണ്ടപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. അത് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് എങ്ങനെയാ പൊസിഷൻ അനുസരിച്ച് പറയണോ അതോ എങ്ങനെയാണ് വേണ്ടത്? അതോ പേരുകൾ മാത്രം പറഞ്ഞാൽ? ലെഫ്റ്റിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. റൈറ്റിലോട്ടാണെങ്കിൽ ഏറ്റവും അറ്റത്ത് നിന്നിരുന്നത്
അട്ടഹാസത്തിൻ്റെ അകത്തെ പുള്ളിയുടെ ലുക്കിലാണ്. അതിൻ്റെ അകത്ത് ഡബിൾ റോളിലാണ് പുള്ളി വരുന്നത്. അപ്പം അതിൽ ചേട്ടൻ ക്യാരക്ടറിൻ്റെ ലുക്കിലാണ്. അതിൻ്റെ അകത്ത് തലയുടെ ലുക്കിലാണ്. തല പോലെ വെറുമ എന്നൊക്കെയുള്ളൊരു എനിക്ക് പാട്ടൊക്കെ ഉണ്ട്. അട്ടഹാസം എന്ന് കേൾക്കുമ്പോ എനിക്ക് നമ്മുടെ ടി ആറിനെയാണ് ഓർമ്മ വരുന്നത്. അട്ടഹാസമാന പുള്ളി, അട്ടാപ്പുള്ളി, അട്ടാക്ക് അണിഞ്ചപ്പുള്ളി. പണ്ടറപ്പുള്ളി. അതാണ് തീർച്ചയായും. ഓർമ്മ. അപ്പം അട്ടഹാസത്തിൻ്റെ അകത്തെ ലുക്കിലാണ് ഈ അങ്ങേയറ്റത്ത് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ദീനത്തെ ലുക്കിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ദീനയുടെ ലുക്കിലാണ്. അതിൻ്റെ അടുത്ത് അസലിൻ്റെ അകത്തെ പുള്ളിയുടെ ഗെറ്റപ്പാണ്. അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് എന്തായിരുന്നു അസല് കഴിഞ്ഞിട്ട് എന്നെ അറിന്താലിൻ്റെ ലുക്കിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ അറിന്താലിൻ്റെ ലുക്കിലാണ് അതിൻ്റെ അടുത്ത്. പിന്നീട് നടുക്ക് നിൽക്കുന്നത് ഇപ്പോഴത്തെ GBUവിൻ്റെ അകത്തെ ലുക്കിലാണ്. അതിൻ്റെ തൊട്ടടുത്ത് ബില്ല ലുക്കിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് റെഡിൻ്റെ അകത്തെ ലുക്കിലാണ്. റെഡിൻ്റെ അകത്ത് പുള്ളിയുടെ പേരും റെഡ് എന്നാണ്. മുട്ടയൊക്കെ അടിച്ച് പറ്റ വെട്ടിയ ലുക്കിലാണ് ഇതിൻ്റെ അകത്ത്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിംഗം പുലിയാണ്. സിംഗം പുലിനെ നിങ്ങൾക്ക് മഹാരാജ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വില്ലനായിട്ട് വരുന്ന ആളാണ്. ഇപ്പം റെട്രോയ്ക്കകത്ത് പൂജ ഹെഗ്ഡെയുടെ അച്ഛനായിട്ട് വരുന്നുണ്ട്. അപ്പം അദ്ദേഹം സംവിധാനം ചെയ്ത റെഡ് എന്ന് പറഞ്ഞ പടം അത് നല്ല പടമാണ് കേട്ടോ, അത് നിങ്ങൾ കണ്ടിരിക്കണം. പിന്നെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത് റെഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് വേതാളം ലുക്കിൽ, വേതാളം ഗാങ്സ്റ്റർ ഗണേഷ് ലുക്കിലാണ് നിൽക്കുന്നത്. പിന്നെ അങ്ങേ അറ്റത്ത് തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന പഴയ കാലത്തെ 90s അജിത്തിൻ്റെ ലുക്കിലുണ്ട്. അത് വാലി സിനിമയ്ക്കകത്തെ ലുക്കാണ്. വാലി സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു അനിയൻ അജിത്തും സിമ്രണും കൂടെ ഉള്ള പാട്ടിൻ്റെ അകത്തെ ലുക്കിലാണ്. സോ അപ്പം ഇതൊക്കെയാണ് പുള്ളിയുടെ ടൈറ്റിൽ കാർഡിലെ പടങ്ങൾ. അട്ടഹാസം, ദീന, അസൽ, എന്നെ അറിന്താൽ, GBU, ബില്ല, റെഡ്, വേതാളം, പിന്നെ വാലി. ഇപ്പം അതെ. മെയിനായിട്ട് പുള്ളി ഇതിൻ്റെ അകത്ത് കൂടുതലും റെഫറൻസുകൾ യൂസ് ചെയ്തിരിക്കുന്നത് ദീന, ബില്ല, വരലാറിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. വരലാർക്കേ വരലാറ എന്നൊക്കെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് ശരി. യെസ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഡയറക്ടറുടെ ഫേവറേറ്റ് പടങ്ങൾ വല്ലതും ആവാനുള്ള ആയിരിക്കും, സാധ്യതകളും ആയിരിക്കും. എനിക്ക് കാണുന്നുണ്ട്. തോന്നുന്നു ഔട്ട്സൈഡ് ഓഫ് അജിത്തിന്റെ റെഫറൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കമൽഹാസനാണ് ഏറ്റവും കൂടുതൽ റെഫറൻസ് ആ ചെയ്യപ്പെട്ടിരിക്കുന്നത് ത്രൂ മ്യൂസിക് ആൻഡ് ഡെഫിനറ്റ്ലി പുള്ളിയുടെ പടങ്ങളും എന്താണ് ഡയലോഗ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡയലോഗ് എഴുതാൻ ഒട്ടും ബുദ്ധിമുട്ടിട്ടുണ്ടാവില്ല. പല പടങ്ങളുടെയും പേരുകൾ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് ആയല്ലോ. അതെ. എന്തിനു സംബന്ധം എന്ന് പറഞ്ഞു വരുമ്പം അതുക്കും ഇതൊക്കെ എന്നെ സംബന്ധം എന്നുള്ള എന്തോ ഒരു ഡയലോഗ് വരുമ്പം അത് പമ്മൽ കെ സംബന്ധം ഇருக்கு എന്നാണ് പറയുന്നത്. അത് പമ്മൽ കെ സംബന്ധം എന്ന് പറയുന്ന കമൽഹാസന്റെ സിനിമയാണ്. പിന്നെ സകലകല വല്ലവന്റെ അകത്തെ മറ്റേ ഹാപ്പി ന്യൂ ഇയർ ആ പാട്ട് വരുന്നുണ്ട്. ഇളമൈ ഇതോ ഇതോ എന്നുള്ള ആ അല്ല, അങ്ങനെ സാധനം. പഴയ പടമൊന്നും പോകണ്ട. റീസെന്റ് നടന്ന KGF-ലെ വയലൻസ് വയലൻസ് വയലൻസും പറയുന്നുണ്ട്. എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഈ തീർച്ചയായും. പടത്തിനകത്തില് സ്ക്രിപ്റ്റ് റൈറ്ററിനും എന്താ മ്യൂസിക് ഡയറക്ടറിനും ഒരു പണിയില്ലായിരുന്നു. വെറുതെ ഒരു മൂലയ്ക്ക് കുത്തിയിരുന്നു കഴിഞ്ഞാൽ കണ്ട പടം എല്ലാം കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആയി. എന്ത് വേണം. മ്യൂസിക് ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഇളയരാജ അദ്ദേഹത്തിന്റെ 3 പാട്ടുകൾ ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്തതിന് 5 കോടി രൂപ തീർച്ചയായും നഷ്ടപരിഹാരം ഞാൻ ചോദിക്കുന്നുണ്ട്. പറയുന്ന ആവശ്യമായിരുന്നു, തീർച്ചയായും വേണ്ടതാണ്. അല്ല, പക്ഷേ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിനു മുമ്പ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിനൊക്കെ ചോദിച്ച പോലെ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് ആക്ച്വലി മ്യൂസിക് ലേബലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുടെ നിന്ന് റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇളയരാജയുടെ അടുത്തുനിന്ന് റൈറ്റ്സ് വാങ്ങിക്കാത്തതാണ് പ്രശ്നം. പുള്ളിയുടെ പെർമിഷൻ ചോദിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മുടെ ഒരു മലയാളം നടന്റെ റെഫറൻസും ഉണ്ട്. ഏതാന്ന് അറിയാവോ? മലയാളം നടന്റെ റെഫറൻസോ? ടുവേർഡ്സ് ദ എൻഡ് ആണ് പുള്ളിയുടെ ഒരു ലുക്കില്. മലയാളത്തിന്റെ ഓപ്പൺ ഹൈമർ ആണോ? അല്ല, അല്ലേ, അല്ല, ബാങ്ക് ബോംബ് എക്സ്പ്ലോഷനിൽ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ അതാണ്. അതല്ലേ? ഓക്കെ ഓക്കെ. ഏതാണത്? അദ്ദേഹം അവസാനം വന്നിട്ട് നമ്മുടെ ട്വിൻസിനെ കൊല്ലുന്ന ആ സീനില് പുള്ളിയുടെ താടി യാ യാ നമ്മുടെ യാ ഒച്ചക്കൊമ്പുള്ള സുരേഷ് സുരേഷ് ഗോപി. ജിയുടെ താടിയാണ്. സുരേഷ് ഗോപിയുടെ മറ്റേ ഇത് മീശയും കറുത്ത മീശ നരച്ച താടി ബട്ട് ലുക്ക്. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാനാണ് ഈ ഒറ്റ റെഫറൻസ് മാത്രം ഞാൻ ഐഡന്റിഫൈ ചെയ്ത റെഫറൻസ്. അതെ അതെ. ഐക്കോണിക് ബാക്കിയെല്ലാം ബിയർഡ്. 100 99 ദിഗംബരന്റെ ആയിരുന്നു. ഈ ഒരു കോൺട്രിബ്യൂഷൻ മാത്രം എന്റെ. ഇതിപ്പോ ഇതൊന്നും ആയിട്ടില്ല. റെഫറൻസുകളിലെ പരമ്പര തന്നെയാണ് കിടക്കുന്നത്. ഈവൻ ഇപ്പം ഒരു കോൺവെർസേഷൻ്റെ അകത്ത് അജിത്തിന്റെ ക്യാരക്ടറിന് ഉമ്മ കൊടുത്തോട്ടെ എന്ന് അദ്ദേഹത്തിന്റെ എക്സ് ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് പ്രിയ എന്നാണ് നമ്മുടെ സിമ്രന്റെ പേര്. അതെനിക്ക് തോന്നുന്നു വാലിക്കകത്ത് പുള്ളിക്കാരുടെ ക്യാരക്ടറിന്റെ പേരാവാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അതോ വേറെ ഏതെങ്കിലും പടത്തിലാണെന്ന് അറിഞ്ഞൂടാ.
എന്താണേലും അന്നേരം തൃഷ ലേസ ലേസ എന്ന് പറയുന്നുണ്ട്. അത് തൃഷയുടെ പടത്തിന്റെ പേരാണ്. അത് നമ്മുടെ മലയാളത്തില് സമ്മർ ഇൻ ബെത്ലഹേം പ്രിയദർശൻ കൊണ്ടുപോയി തമിഴിലെ ലേസ ലേസ എന്ന് പറഞ്ഞ് സംവിധാനം ചെയ്തായിരുന്നു. അതിന്റെ റെഫറൻസ് ആണ്. കൊള്ളാല്ലേ? നല്ല കണ്ടോ, ഞാൻ പറയല്ലേ, ഇത് ഓരോരോ ഈസ്റ്റർ എഗ്ഗുകൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, ഒരു ഓർഗാസം ഉണ്ടല്ലോ. അതൊരു തലഫാനിന് മനസ്സിലാകുന്ന വികാരമാണ്. അത് നിങ്ങളെപ്പോലുള്ള വിഷവിത്തുകൾക്കൊന്നും പിടിയിട്ടില്ല. ഗുഡ് ബാഡ് അഗ്ലി നിങ്ങൾ അങ്ങനെ കണ്ട് ആസ്വദിച്ചാലേ ആ ഒരു ഇത് മനസ്സിലാവും. എൻ്റെ ഫേവറേറ്റ് ക്യാമിയോ ഒരാളുണ്ട് ഇതിനകത്ത്, ഡാർക്കി എന്ന് പറഞ്ഞിട്ട് ഒരു മലേഷ്യൻ ബാൻഡ് ഉണ്ട്. മലേഷ്യൻ റാപ്പർ അല്ലേ? അദ്ദേഹത്തിന്റെ പുലിപ്പുലി പുൽപ്പുലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഞാൻ ആ ക്യാനുണ്ട്, സാധനം മാത്രമേ ടൈഗർ. കേട്ടിട്ടുള്ളൂ. ഇവൻ എന്നോട് ചോദിച്ചു ഈ മലേഷ്യൻ റാപ്പറിനെ അറിയാവുന്ന. ഞാൻ പക്ഷെ പുളിപ്പുളിപ്പുളിപ്പുളി കേട്ടപ്പോ എനിക്ക് മനസ്സിലായോ ഈ ഇന്ന മനുഷ്യനാണല്ലേ. ഓക്കെ ഓക്കെ അത് ഈ പടത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട് അവര്, ഇതിന്റെ ഓക്കെ. കോണ്ടെക്സ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് ആ പാട്ട്. അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നീ മറ്റേ സിമ്രന്റെ കാര്യം പറയുമ്പോ അല്ല മറ്റേ ലൈസ ലൈസയുടെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്. മറ്റേ ഇവര് ഈ വണ്ടിയേല് നാട്ടിൽ നിന്ന് സ്പെയിനിലോട്ട് വരാൻ വേണ്ടി വണ്ടിയേൽ ഇരിക്കുമ്പത്തേന് എന്താ പൊരി വേണോന്ന് എന്തോ ചോദിക്കുന്നില്ലേ? അത് കാരപ്പരി 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 കാരപ്പൊരി. കഴിക്കണമെന്നുള്ള ഇത് അത് അതെ ഗില്ലി അതൊരു ഗില്ലി റെഫറൻസ് ആണ്. റെഫറൻസ് അല്ലേ? നമുക്ക് ഗില്ലിയുടെ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ. റീ റിലീസ് ചെയ്തപ്പം ഞാനും യെസ്. ചക്രവാണിയും കൂടെ ഞാൻ യു ഡി സി തിയേറ്ററിൽ പോയി ഇല്ലാത്ത കണ്ടതില്ലയോ. യെസ് ദിഗംബരൻ ആൻഡ് നമ്മുടെ ചക്രവാണിയുള്ള എപ്പിസോഡാണ്. ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യാം. തലപതിയുടെ റെഫറൻസസ് 2-3 ഉണ്ട് ആക്ച്വലി. നല്ലപോലെ ഉണ്ട്. ഇത് തലപതിയുടെ ഇന്റർവെല്ലിന്റെ റെഫറൻസ് ഉണ്ടോ സമയത്ത് എനിക്ക് തോന്നുന്നത്. ഐ ആം വെയിറ്റിംഗ്, നൻപ എന്നുള്ള വിളി, അതിപ്പോ ഗോട്ടിന്റെ അകത്ത് മങ്കാത്ത റെഫറൻസ് ഉണ്ടല്ലോ, സ്റ്റേഡിയത്തിന്റെ ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കും ഒരു നീ ആരുടെ ഫാനാണ് എന്ന് ചോദിക്കുന്ന ഒരു മങ്കാത്ത ജയിലർ ബീജിയം ഒക്കെ റെഫറൻസും ഇടുന്നു. ഉണ്ടല്ലോ. മറ്റേ എന്താണ് എന്ത് ജയിലർ എന്ത് ഒരു ജയിലിൽ നിന്ന് വേറെ ജയിലിലോട്ട് മാറ്റി കളിക്കാൻ ഞാൻ എന്താ ജയിലർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കില്ലർ അതെ 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 അതെ, തീർച്ചയായും. പിന്നെ പ്രസ്റ്റീജ് റെഫറൻസ് ആണല്ലോ നമ്മുടെ അർജുൻ ആ ദാസിന്റെ 2 ഇരട്ട. ക്യാരക്ടേഴ്സ്. പക്ഷെ ഉണ്ടല്ലോ എന്നോടേ എന്താ ഞാനിത് പടം കണ്ടോണ്ടിരുന്നപ്പം ആദ്യം ഈ അർജുൻ ദാസിന്റെ ക്യാരക്ടർ വന്നപ്പോ ഇവൻ എന്നോട് ചോദിച്ചു ഇപ്പൊ ഏതാണ്ട് വില്ലനെ കണ്ടോന്നോ എന്തോ ചോദിച്ചു. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ചോദിച്ചു ഏത് ഈ പൊട്ടൻ ഇവനെ കണ്ടിട്ടൊരു മാതിരി എന്തോ പോലെ ഞാൻ ഇരിക്കും. നോക്കിയപ്പോ ഇവക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല. ഇതെന്താ ഇത്, ഇവക്ക് മനസ്സിലായില്ലേ അർജുൻ എന്നിട്ട് ദാസ് കുറെ ആണെന്ന്. നേരം കഴിഞ്ഞപ്പോഴേ പുള്ളി അപ്പനെ കൊന്ന കില്ലറിനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴും ഒരാൾ എനിക്കൊന്നു ആ ബാങ്ക് കം കസിനോ മറ്റേ അജിത്ത് പൊട്ടിക്കാൻ ചെല്ലത്തില്ലേ, ആ സമയത്ത് ഫോൺ വിളിച്ച് പുള്ളിയുടെ സൗണ്ട് പ്രോപ്പർ ആയിട്ട് കേട്ടപ്പോഴാണ് ഓ ഇത് അർജുൻ ദാസ് ആണ്, ഇവന്റെ തല എന്താ കോഴിപ്പൂട വലിക്കുന്നു. വില്ലന്റെ കാര്യങ്ങൾ ജോണിയും ജാമിയും രണ്ടുപേരും നല്ല അടിപൊളി വില്ലന്മാരുടെ. അതെ അതെ അതെ. പിന്നെ അല്ലാണ്ട് നമുക്ക് ജോണി എന്ന് പറയുന്ന ആൾക്കാരുടെ പേരുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ നമുക്ക് അതെ പ്രിയപ്പെട്ട തീർച്ചയായും. ആൾക്കാരാണ്. അതെ, ജാമി വല്ലാതെ എന്നുള്ള പേര് ഓർക്കുന്നു. മാറ്റി വല്ല ജിമ്മിന്നോ വല്ല ഇട്ടത്. അതെ ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം. അത് ഇനിയിപ്പം അങ്ങനെ വെച്ചാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. മറ്റേ ടയേർഡ് ആൻഡ് റിഫ്യൂസ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പുള്ളി അറിയില്ല. ആ അത് പുള്ളി ഇങ്ങനെ ഇങ്ങനത്തെ സിനിമ റിവ്യൂസ് അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ പേര് ജാമി എന്ന്. അപ്പം ഓ ഓക്കെ. ജാമി റെഫറൻസ് ആണോ ഇനി ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്നത്? യൂട്യൂബേഴ്സിനെ പോലും വെറുതെ വിട്ടിട്ടില്ലെന്നാണ് നീ പറയുന്നത്. ഇരിക്കട്ടെ, ഇവന്മാരുടേതായിട്ടൊരു അവരുതാരി കോൺട്രിബ്യൂഷൻ പോലും പടത്തിനകത്തില്ല. ബേസിക്കലി ഫുൾ റെഫറൻസ്. തീർച്ചയായും. സത്യമാ അല്ലേ? എന്ത് വേണോ ഈവൻ സത്യമാ. ലൈക്ക് ഒരു വാട്സപ്പ് ചാറ്റിന്റെ മറ്റേ ആൾക്കാരെ ഒരു വാട്സപ്പ് ചാറ്റിൽ ഇവരെല്ലാരും കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവരെല്ലാം ലീവ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ, എക്കെയുടെ കാസിനോയുടെ സീൻ ഫോട്ടോ ഇട്ടിട്ട് ഇയാൾ അറിയോന്ന് അർജുൻ ദാസ് ചോദിക്കുമ്പോ എല്ലാരും ചോദിക്കുമ്പോ ലീവ് ചെയ്യും. ലീവ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ആ വാട്സപ്പ് ചാറ്റിലെ പേരുകൾ പോലും ആ ഗ്യാങ് പേരുകൾ പോലും ഏതൊക്കെയോ പടത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. വാരിയർ ടീം, വുൾഫ് ഗ്യാങ്, റിച്ചസ്റ്റ് നാർക്കോസ്, SI ഗ്യാങ് എന്നൊക്കെ പറയുന്ന സാധനം. വേറെ സിനോള ഏതാണ്ടൊരെണ്ണം കാലി ഉണ്ടായിരുന്നല്ലോ. കാർട്ടലൊക്കെ ഉണ്ട് അതിന്റെ അകത്ത്, അതെ നാർക്കോസ് അതെ, റെഫറൻസ് ഗ്യാങ് ആയിട്ട്. ഓഫ് ഗാലിക എന്താണ് കാലി കാർട്ടൽ കാലിക്കാർട്ടല്. ഉണ്ട്. അപ്പൊ അങ്ങനത്തെ റെഫറൻസുകളൊക്കെ ഒരു എനിക്ക് നാർക്കോസ് അറിഞ്ഞൂടാ ഒരു റെഫറൻസസ്. സാധനം പോലും ഒറിജിനൽ അതെ ഇല്ലെന്ന് പറയുന്നത് എന്തൊരു. കാലി കാർട്ടിലൊക്കെ വില കളഞ്ഞു. അതുകൊണ്ട് സ്ട്രേറ്റ് അവേ അവരൊക്കെ അല്ല വേറൊരു കാര്യമുണ്ട്. നീ അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ഞാനത് ദിഗംബരനോട് ഇങ്ങനെ പറയായിരുന്നു. ഈ പ്രിയാവാര്യരും ഈ നമ്മുടെ അജിത്തിന്റെ കൊച്ചിറക്കനും സലാറിലെ കാർത്തികേയ. സലാറിലെ ചെറുക്കൻ അവർ രണ്ടുപേരും ഇരുന്ന് കാപ്പി കുടിക്കുക. എന്നിട്ട് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും എന്നൊക്കെ. ഇവക്ക് ഇവന്റെ ചേച്ചിയാവാനുള്ള പ്രായമില്ല എന്ന് അന്നേരേ ഞാൻ ചോദിച്ചു. കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ആ ചെറുക്കനെ കണ്ട 10-15 വയസ്സേ പറയത്തുള്ളൂ. അവക്ക് 10-35 വയസ്സെന്തോ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചു. 10-20-25 പ്രണയത്തിന് വയസ്സെങ്കിലും അങ്ങനെ ഏജും കാര്യങ്ങളും
അതൊന്നും ഇല്ല. അതൊരു അവ- പോയിന്റ് അവ- കേട്ടോ. അവനൊരു അത് ഞാൻ പറയാം. ഇത് ഇത് ആന്റി ആന്റി ലവർ ആണ് അറിയാം. അവനൊരു ആന്റി ഹീറോ ആണെന്നാണോ നിങ്ങൾ some പറയുന്നത്? Digu references. ഇനി അങ്ങനെ പറഞ്ഞു നാട്ടുകാരുടെ ഇടയിലുള്ള വിലയും കൂടെ കളയാൻ വേണ്ടി. അയ്യോ. അപ്പൊ പക്ഷെ ചെക്ക് ചെയ്തപ്പോ അത് കറക്റ്റ് ആയിരുന്നു. അവന് 10, 20, ആ ചെറുക്കന് 10, 21 വയസ്സോ പുള്ളിക്കാരിക്ക് 10, 25, 26 വയസ്സോ അത്ര എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതെന്താ സിനിമയിലെ നായകന്മാർക്കാവാമെങ്കിൽ പക്ഷെ പിന്നെ ചെറുക്കനായാലും എന്ത്? എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. പുള്ളിയെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര യങ് ലുക്കിംഗ് ആണ്, അതാണ് പ്രശ്നം. ഭയങ്കര ഒരു പ്രായപൂർത്തിയാവാത്ത ലുക്ക് പ്രശ്നം. അവളുടെ പ്രായത്തിന്റെ അല്ല എന്റെ പ്രശ്നം, അവന്റെ പ്രായമാണ് എന്റെ പ്രശ്നം. ഈ അത് ഒരു അത് ഈ റീസെന്റ് ഏതൊരു മലയാളം പടത്തിനകത്ത് അവൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഐ ഫർഗോട്ട് വിച്ച് വൺ. ആ നമ്മുടെ എമ്പുരാൻ എമ്പുരാന്റെ അകത്ത് സോറി. പൃഥ്വിരാജിന്റെ പൃഥ്വിരാജിന്റെ യങ്ങർ ചെറുപ്പകാലം. വേർഷൻ ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അകത്തൊന്നും ഈ ചെറുക്കന് ഇത്ര ഓവർ ആക്ടിങ് ഇല്ലായിരുന്നു. ഇതിന്റെ അകത്ത് ഒരുമാതിരി വൃത്തിയായിട്ട ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു. അതെന്താന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അഭിനയം മറന്നുപോയോ ഈ വന്നപ്പോ? പാസൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആയിട്ട് ചെയ്താലേ അത് എറിച്ചു നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. അതല്ല ചെറുക്കൻ Not his fault, poor guy. ഹൗ നൈവ് ദാറ്റ് ക്യാരക്ടർ വാസ് ലൈക്ക് ഫ്രം ദ ബിഗിനിങ്. അതായത് അപ്പൻ എങ്ങനെയായാലും ബിസിനസ് ട്രിപ്പിലാണ്. അതായത് അവന്റെ ലൈഫ് ലോങ് ഫുള്ള് ബിസിനസ് ട്രിപ്പ്. എന്റെ പൊന്നിടാവേ ലൈക്ക് ഹൗ ക്യാൻ ബി സംബഡി ദാറ്റ് എങ്ങനെ എടാ പക്ഷെ സാധിക്കും? അവൻ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ തന്ത് അവനെ പറ്റിച്ചാണെന്നുള്ളത്. 18 വർഷം കഴിഞ്ഞിട്ട് 18 വർഷം figure out. കഴിഞ്ഞിട്ട് ജയിലിലായപ്പോ. അല്ല, ഗ്രാജുവേഷൻ അവന് അച്ഛനോടുള്ള സ്നേഹം അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ഈ പുള്ളി അച്ഛനും മകനോടുള്ള സ്നേഹമാണ് അതിനേക്കാളും കോമഡി. കാരണം ഇവനെ ജയിലിനകത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ കിങ്സ്ലിയെ വിടുന്നത്. ഞാൻ ആലോചിക്കും ദൈവമേ, ഇവനെയൊക്കെ വിട്ട് കഴിഞ്ഞാല്. പക്ഷെ ടൈസൺ അകത്ത് വരുന്നുണ്ടല്ലോ, അല്ല, നമ്മുടെ അത് പിന്നെ സുനിലിന്റെ ആദ്യം ക്യാരക്ടർ. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കിങ്സ്ലിയെ മാത്രമാ. പിന്നല്ലേ നമ്മളെ കാണിക്കുന്ന മറ്റേ പ്രസന്നയൊക്കെ അല്ലേ പോകുന്നത്. ആരൊക്കെയായിരുന്നു ഉള്ളതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പ്രസന്ന, സുനില്, പിന്നെ കിങ്സ്ലി. ആ പ്ലസ് ഇതിൽ ഇൻഹറന്റ്ലി ഒരു വലിയ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ ആസ് എ ബിഗ് ഗാങ്സ്റ്റർ ലൈക്ക് സംബഡി ലൈക്ക് ദാറ്റ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ പോലും ലൈക്ക് ഈവൻ അയാൾ ജയിലിലോട്ട് പോവുക, സംബഡി ലൈക്ക് ദാറ്റ് ദേ ക്യാൻ ആക്ച്വലി ടേക്ക് ലീവ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അതായത് അവർ പരോളിന് വേണേൽ പരോളിന് അപേക്ഷിക്കാം. അത് നല്ല ഈസി ആയിട്ട് കൊടുക്കുക, എസ്പെഷ്യലി കൺട്രി ലൈക്ക് ഇന്ത്യ. ലൈക്ക് അത് ആരെങ്കിലും അത് ശരിയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പരോള് കിട്ടും. ഈസി ആയിട്ട് പരോള് കിട്ടും. ലൈക്ക് ഹി ക്യാൻ ജസ്റ്റ് ഗോ ഇപ്പൊ പരോള് കിട്ടാത്ത ജയിൽ ശിക്ഷയായിരിക്കും അവന് കിട്ടിയത്. ദീദി വുഡ് ഹാവ് ബീൻ സ്ട്രോങ് ഇൻ അഗൈൻസ്റ്റ് ഹിം. ഈവൻ ലൈക്ക് പക്ഷെ എനിക്ക് കാർത്തികയുടെ കാര്യമാണോ അജിത്തിന്റെ അല്ല, കാര്യമാണോ? അജിത്തിന്റെ അജിത്തിന്റെ ലൈക്ക് കാര്യം. അജിത്തിന്റെ കാര്യം അല്ല, അത് കാർത്തിക പുള്ളി സ്പെയിനിൽ നന്നാവാൻ വേണ്ടി പോയതല്ലേ. പുള്ളി നന്നാകാൻ സ്വയം വേണ്ടി കുറ്റമെല്ലാം ഏറ്റു പറഞ്ഞു പോയത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ലൈക്ക് ഇതിനു വേണ്ടി മകൻ എത്ര നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. നന്നാവാൻ വേണ്ടി പോയി, പക്ഷെ ജയിലില് പോലീസ് കളിയായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ലൈക്ക് നന്നാകാൻ വേണ്ടി പോയി. ബട്ട് ലൈക്ക് ഈവൻ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഇവന്റെ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ലൈക്ക് വൈ നോട്ട്. പക്ഷെ അന്നേരത്തേക്കും കഥ അവിടെ നിന്ന് പോകില്ല, പിന്നെന്താ പ്രയോജനം? അതാ അതും ശരിയാണ്. അല്ല, പുള്ളി പ്രോപ്പറായിട്ട് ശിക്ഷയെല്ലാം അനുഭവിച്ചു. എന്റെ ക്രൈമിനെല്ലാം ഐ പെയ്ഡ് ഫോർ മൈ ക്രൈം എന്നുള്ള ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത്രയും നാൾ വെയിറ്റ് ചെയ്തത്. പിന്നെ മകൻ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് 3 മാസം മുമ്പ് ഒരു ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് TC വാങ്ങിച്ചിറങ്ങിയത്. ഇറ്റ്സ് ലവിങ് ഫാദർ. ബട്ട് അവിടെ Yeah, ഒരു but ഇൻഹെറന്റ്ലി ഫ്ലോഡാണ് സംഭവം. എനിക്കത് തോന്നിയത് അവിടെ തൊട്ടേ എനിക്ക് റോങ് അടിച്ചതാണ്. പുള്ളിയെ തന്നെ ശിക്ഷിക്കുവാണ്. അയ്യോ, അങ്ങനത്തെ ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ. മറ്റേ നമ്മുടെ നമ്മൾ ചെയ്ത റെട്രോയ്ക്കകത്തില് ഈ ഒരു സെയിം സാധനം ഉണ്ട്. അതായത് പുള്ളിക്കാരി എപ്പം അവനുമായിട്ട് ബ്രേക്കപ്പ് ആവോ അല്ലെങ്കിൽ അവര് രണ്ടുപേരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം ആരെങ്കിലും സൂര്യയുടെ ക്യാരക്ടറിനെ അടിക്കാൻ വരുവാണെങ്കിൽ അവൻ നിന്നു കൊടുക്കുവാണ് അടിക്കാൻ. എന്നിട്ട് പണിഷ്മെന്റ് തീർന്നു, എനിക്ക് ഞാൻ എന്നെ തന്നെ പണിഷ് ചെയ്യുവാണെന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ അടി വാങ്ങിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം അജിത്ത് നിന്നത്. പിന്നെ അജിത്തിന്റെ ഭാര്യ ഒരു ടോക്സിക് ആയതുകൊണ്ട് ഇതിലും ഭേദം അവളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ജയിലിൽ കിടക്കുന്നതാണെന്ന് ആലോചിച്ചായിരിക്കും ഇറങ്ങാൻ. എനിക്ക് തോന്നുന്നു. ഇതിലെ അയ്യോ. ഈസ്റ്റർ എഗ്ഗുകളുടെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇപ്പം പ്രസന്നയുടെ ക്യാരക്ടർ, അതായത് ഇതിൻ്റെ അകത്ത് യേഗർ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയുടെ പേര്. ക്രൂസിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ ഗേൾഫ്രണ്ട്, ഇതിൻ്റെ അകത്ത് ഗേൾഫ്രണ്ട് വന്ന് കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുമ്പം ആദ്യം പുന്നകയരസിയുടെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറയും. പുന്നകയരസി എന്നുള്ളത് പുള്ളിയുടെ റിയൽ ലൈഫിൽ പുള്ളിയുടെ വൈഫായിട്ടുള്ള സ്നേഹേനെ വിളിക്കുന്ന പേരാണ്. പുന്നകയരസിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വരാം എന്നുള്ള അത് ഒരു എനിക്ക് ചെറിയ പണ്ടൊക്കെ പുള്ളിയെ ഒന്നെങ്കിൽ പുള്ളിയെ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നാട്ടുകാരനോട് സ്നേഹയുടെ ഭർത്താവ് എന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് ഉജാലയിലെ പരസ്യത്തിൽ വരുന്ന കോട്ടിട്ട് അങ്കിൾ എന്ന് പറയണം. എന്നാലേ എനിക്ക് പുള്ളിയെ മനസ്സിലാകത്തുള്ളായിരുന്നു. ഇപ്പോഴാണ് റീസെന്റ് ആണ് പുള്ളിയെ ബൈ നെയിം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. ഇത് കഴിഞ്ഞിട്ട്
കിങ് ഓഫ് കൊത്ത കഴിഞ്ഞിട്ട്. നല്ല ആ, അടി. ആപ്പിൾ ഓബിയസ്ലി രാജുവിന്റെ ആണോ? നമ്മളൊരു ആപ്പിൾ തീർച്ചയായും. രാജുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ വ്യൂഹത്തിന്റെ അകത്ത്. അത് കിങ് ഓഫ് കൊത്തയിലെ ഊള ആപ്പിൾ രാജു ഒന്നല്ല, മറ്റേത് നല്ല ഇട്ടിപ്പെട്ട് ആപ്പിൾ രാജു, വ്യൂഹം. സോ സിയർസബൻ. അപ്പം പിന്നെ വേറൊരു ഡീറ്റെയിലിംഗ് വന്നത് നീ ശ്രദ്ധിച്ചോന്നറിയത്തില്ല. നമ്മുടെ പാസ്പോർട്ടില് ഒരെണ്ണം, രണ്ട് രണ്ട് പാസ്പോർട്ട് ഉണ്ട്. പാസ്പോർട്ട്. 2 പാസ്പോർട്ട് ഉണ്ട്. ഒരെണ്ണം മലേഷ്യൻ പാസ്പോർട്ടാണ്. അതിനകത്തിൽ ഡേവിഡ് ബില്ല എന്നാണ് പേര്. രണ്ടാമത്തെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട്. അതിനകത്തില് ദയാളൻ ദീനദയാല്. ദയാളൻ എന്നാണ്. അത് അപ്പം ദീനക്കകത്ത ക്യാരക്ടറിന്റെ പേര്. അപ്പം Yeah, അങ്ങനത്തെ of ചെറിയ course. ചെറിയ കുഞ്ഞു പിന്നെ കുഞ്ഞു പുള്ളിയുടെ മെയിൻ വെപ്പണായിട്ടുള്ള മറ്റേ നക്കിൾ ഡസ്റ്റർ, അത് ദീനയിലെ പുള്ളിയുടെ പ്രധാന വെപ്പണാണ്. അത് ഇതൊക്കെ നല്ല കാരിയറിന്റെ അകത്ത് ചുമന്നോണ്ട് വന്ന ആ മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതല്ലായിരുന്നു? പറയൂ ഡോക്ടർ സിൻസ്. നിനക്ക് ആ ലഞ്ച് ബോക്സിന്റെ അകത്തിൽ ആ നക്കിൾ കുന്ത്രാണ്ട മാത്രം വെച്ചോണ്ട് വന്നതിന്റെ ഒരു എന്തായിരുന്നു എന്റെ ആവശ്യം എന്ന് നിനക്ക് എന്താ തോന്നുന്നു? എനിക്കറിയത്തില്ല എന്താ തോന്നുന്നത്. എനിക്ക് ഡോക്ടർ സിൻസ് പറയാൻ has given up. ഞാനത് ആ ഒരു സാധനം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ജീവിതത്തെ തന്നെ ഒന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഞാൻ എന്തിന് ഞാൻ എന്നോട് ഇത് അത് ചെയ്യുന്നു? ഉള്ളിന്റെ ഉള്ളിൽ സങ്കടം അയ്യോ. ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന പോലെയാ. അത്ര ഒരു കാര്യമില്ലാത്ത കുറെ കാര്യങ്ങൾ അതിനകത്ത് കുത്തിക്കേറ്റിട്ടുണ്ട് അനാവശ്യമായിട്ട്. ആ ഒരു എനിക്ക് മനസ്സിലാവുന്നില്ലടാ, എന്തിന് ഈ ഒരു കുന്ത്രാണ്ട് ഇവന് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വരേണ്ട സാധനമേ ഉള്ളൂ. അതെ എനിക്കത് കണ്ടിട്ട് ഞാൻ അതന്നേരം ദിഗംബരനോട് പറയുമായിരുന്നു. ഇത് കണ്ടിട്ട് എനിക്കൊരുമാതിരി ഭയങ്കര തിയേട്രിക്കൽ ആയിട്ടാണ് തോന്നുന്നത്. അതായത് അടി അറിയാൻ വയ്യാത്ത ഒരുത്തൻ എനിക്ക് അടി അറിയാമെന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചോറ്റുപാത്രത്തിലൊക്കെ കുറെ ചോറ്റുപാത്രത്തിന്റെ അകത്തില് എന്തുവാ അത് ക്ലീൻ ചെയ്യുന്ന സ്പ്രേ, കണ്ണാടി ക്ലീൻ ചെയ്യുന്ന പോലെ ഇത് ക്ലീൻ ചെയ്യുന്ന സ്പ്രേ, അത് തുടയ്ക്കാൻ ക്ലോത്ത് ഒക്കെ വലിയ ടിഫിൻ സഞ്ചിയിൽ വെച്ചോണ്ട് വരിക. ഇതിന്റെയൊക്കെ ആവശ്യം എന്താന്ന് വെച്ചിരിക്കുന്നത്? ഇത്ര തിയേറ്ററിക്സിന്റെ ആവശ്യമില്ലല്ലോ. ഇയാള് സൂപ്പർ ഹ്യൂമൻ അല്ലേ, കമ്പിയൊക്കെ വളയ്ക്കുന്ന അല്ല, മനുഷ്യൻ. അതൊരു ക്ലീഷേ ബ്രേക്കിംഗ് സീനായിരുന്നു. ഇപ്പം നമ്മുടെ വീരധീരസൂരന്റെ അകത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പുള്ളി പച്ചക്കറിയുടെ കടയിൽ നിന്ന് ഗണ്ണിന്റെ പാർട്സ് എടാ ഒക്കെ നീ എടുത്ത് ആ അസംബിൾ ചെയ്ത് പടത്തിന്റെ വെടിവെക്കുന്ന ഒരു സീൻസ് ഒക്കെ ആയിട്ട് സാധനമുണ്ട്. ഇതിനെയൊക്കെ കമ്പയർ ചെയ്യാതെ എനിക്ക് അതെ വയ്യ, എനിക്ക് ഹൃദയസ്തംഭനം വരുന്നു എനിക്ക്. ഇല്ല, അങ്ങനത്തെ മൊമെന്റ് ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു, കുഞ്ഞൊരു അത് നക്കിൾ തന്നെ ഡസ്റ്റർ. ആയിരുന്നു നല്ലത്. അത് തന്നെ മതി ഞങ്ങൾക്ക്. പുതിയ ബ്രേക്കിംഗ് ഒന്നും വേണ്ട. മതി മറ്റേത് മതി. മറ്റേ പക്ഷെ ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാറൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഓ വീടിന്റെ ഇടയിൽ നിന്ന് മിനി ഗണ്ണൊക്കെ പുറത്തോട്ട് വരുന്ന അതാണ് കിടിലൻ അത് ഐറ്റം. നമുക്ക് പണ്ടേ ഉണ്ട്. മറ്റേ CID മൂസയ്ക്കകത്ത് തുളയിട്ട കാറ്. CID moves വാസ് കൈൻഡ് ഓഫ് ലൈക്ക് റിയലിസ്റ്റിക്. ഓക്കെ ഇതെന്ന് പറഞ്ഞാല് എന്നെ ഒന്ന് അതെ. എന്നെ മുകളിൽ നിന്ന് വരുന്നു, സൈഡിൽ നിന്ന് വരുന്നു, ഹെഡ്ലൈറ്റിന്റെ വരുന്നത്, ബമ്പറിന്റെ അവിടെ നിന്ന് മൂന്നാലെണ്ണം വരുന്നു. എന്നിട്ട് ചള പറ, അതായത് മെഷീൻ ഗണ്ണൊക്കെയാണ്. എന്നിട്ട് മറ്റേ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ അതൊരു അവിടെ തൃശ്ശൂർ പൂരം റെഫറൻസ് ആയിരുന്നു. അയ്യോ, ഉള്ള റെഫറൻസ്. വെടിക്കെട്ട് നടത്തിയിട്ട്. അജിത്തെ അയ്യോ ഇപ്പൊ എന്റെ അതിനകത്ത് റെഫറൻസ് ആയി ദൈവമേ. പോയാന്ന് എനിക്കൊരു സംശയം. ഞാൻ വിചാരിച്ചു നീ മറ്റേ ജയസൂര്യയുടെ തൃശ്ശൂർ പൂരമാണ് ഉദ്ദേശിച്ചത്. പുള്ളിക്ക് അങ്ങനെ ഒരു അല്ലല്ല, പടമില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, അതല്ല. ഈ റെഡ് ഡ്രാഗണിന്റെ തന്നെ കാറിൽ മറ്റേ ആ റെഡ് ഡ്രാഗൺ പെയിന്റ് ചെയ്ത് അടിച്ചോണ്ട് വെച്ചിരിക്കുന്ന. വരുന്നുണ്ട്. നമ്മുടെ എന്താ ഒറ്റക്കൊമ്പൻ റെഫറൻസ് വരുന്ന സമയത്ത് തീർച്ചയായും. യെസ്, ഇനി അതൊരു തീർച്ചയായും അത് നല്ലൊരു അടുത്തൊരു മൊമെന്റ് ആയിരുന്നു. L3 റെഫറൻസ് ആണ് റെഡ് ഡ്രാഗൺ പറയാൻ ഓ വരും. നൈസ്. ആ, അടുത്ത അത് ശരിയാ. അത് ശരിയാ കേട്ടോ. ചിലപ്പോ അജിത്ത് ആയിരിക്കും റെഡ് ഡ്രാഗനത്തില് മറ്റേ ചൈനീസ് അണ്ണന്റെ. അസ്രായേലിന്റെ മുകളിൽ നിൽക്കുന്ന ആളായിരിക്കും ഏ, അല്ലേ? അതെ ഓ, പൃഥ്വിരാജ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ അകത്ത് എല്ലിന്റെ റെഫറൻസ് കൊണ്ട് വെച്ചിരുന്നേനെ. അജിത്തിനെ പ്രസന്നേനെ രണ്ട് സൈഡിൽ നിർത്തി നടുക്കൊരുത്തനെ ചവിട്ടി നിർത്തിയിട്ടുള്ള എൽ ഷേപ്പിൽ L2E, അങ്ങനെ ഒരു റെഫറൻസ് കൊണ്ടുവരായിരുന്നു. അയ്യോ എനിക്ക് വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ OG ഫാൻ ബോയ് സംഭവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ വേട്ടയാട് വിളയാടിലൊക്കെ ചെയ്ത പോലത്തെ അങ്ങനത്തെ അതൊക്കെയാണ് ഫാൻ ബോയ് റെഫറൻസുകൾ എന്ന് അല്ല നമ്മള്. ആക്ച്വലി ലൂസിഫർ വാസ് നോട്ട് ദാറ്റ് ബാഡ്. എനിക്ക് ലൂസിഫർ ഒരു നൈസ് റെഫറൻസ് ആയിട്ടാണ് എപ്പോഴും തോന്നാറ്. അതൊരു കുഴപ്പമില്ല. ഒരു സട്ടിൽ രീതിയിൽ ലാലേട്ടന്റെ പഴയ ഒരു മാനറിസം ഒക്കെ പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗുഡ് ബാഡ് അഗ്ലി ആണ് സത്യം പറഞ്ഞ ഒരു ഫാൻ ബോയ്. കാര്യം ഒരു ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ അന്തം ഫാൻസ് ആയിരിക്കുമല്ലോ. നീ നീ തല ഇങ്ങനെ സ്ലോ നീ മോഷനിൽ സത്യം പറ. വന്നാൽ മതി, അങ്ങനെ നീ കാണിച്ചാൽ ഒരു മതി, ഇങ്ങനെ കാണിച്ചാൽ മതി. ആറാട്ട് ഫാൻ അല്ലേ നീ സത്യം പറ നീ. ആറാട്ട് ഫാനാണ്. കാര്യം ആറാട്ടിന്റെ അകത്ത് മറ്റേ ചന്ദ്രലേഖയ്ക്കകത്ത് പുള്ളി പാടി എഴുന്നേപ്പിക്കുന്ന സീൻ, അതെനിക്ക് അവസാനല്ലേ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊളിയായിട്ടും കിടിലമായിരുന്നു. പിന്നെ ഏജന്റ് എക്സ് നെയ്യാറ്റിൻകര ഗോപനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ആ മൊമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇന്ദ്രൻസ് കഷ്ടം പാടി തോന്നിയതേ എഴുന്നേപ്പിക്കും.
പാവം എവിടെയോ കിടന്ന AR റഹ്മാൻ. ആ മനുഷ്യനെ വരെ കൊണ്ടുവന്ന് നാണം കെടുത്തി. എന്തിന്റെ ആവശ്യമായിരുന്നു എന്നാണ് ഞാൻ പക്ഷെ ആലോചിക്കുന്നത്. റിയാസയ്ക്കൊക്കെ ഒരു ഹെവി റോള് കൊടുത്തായിരുന്നു, ദാമോദർ ജി എന്ന് പറഞ്ഞ. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ വേറൊരു ഒരു കാര്യം പറയാം ആറാട്ടിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒടിയൻ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ള മോഹൻലാലിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള മോഹൻലാലായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ആറാട്ടിലെ മോഹൻലാലാണ്. ഹി വാസ് വെരി, എന്താ പറയുക, ഹാൻസം ഇൻ പെർട്ടിക്കുലർ സീൻസ്. ഒരു സീനുണ്ട്, അത് ഇങ്ങനെ ഓടി വരുന്ന ഒരു സീനുണ്ട്. അതിനകത്തിൽ കൈ ഇങ്ങനെ മുന്നിലോട്ട് വെച്ചിട്ട് പുള്ളി ഇങ്ങനെ ഓടുന്ന ഒരു സീനുണ്ട്. അതായിരുന്നു ട്രെയിലറിലുള്ള സീനായിരുന്നു അത്. അപ്പൊ അതിൽ ഭയങ്കര സുന്ദരനായിരുന്നു അദ്ദേഹം. ആസ് എ ലാലേട്ടൻ ഫാൻ, I just cherish that moment. And yeah, I always rewatch that moment. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സുന്ദരനാണ് അദ്ദേഹത്തിന്റെ അതിനകത്തിൽ കാണാൻ. Yeah. ലാലേട്ടന് ആരെങ്കിലും ഒരു ഗുഡ് ബാഡ് അഗ്ലി കൊടുത്തിരുന്നെങ്കിൽ. അല്ല, വേണ്ട. പക്ഷെ അതിനകത്തൊരു ഒരു അതല്ലേടാ ഒരു ആറാട്ട്. അതെ അതിന്റെ അല്ലേടാ അല്ല ആറാട്ട്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് മറ്റേ എന്നാ ഒരുപാട് മറ്റേ പറയുന്നുണ്ട് നമ്മുടെ നെയ്യാറ്റിങ്കര കോവൻ നെയ്യാറ്റിങ്കര കോവൻ നെയ്യാറ്റിങ്കര കോവൻ ഒരു 10-20 തവണ ആ അതെ. എന്നാ നമ്മുടെ ഒരു ഇതിനകത്തും 150 പറയുന്നുണ്ട്. തൊട്ടുണ്ട്. ഇതിനകത്തും പറയുന്നുണ്ട് എ AK കെ AK 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 അതൊക്കെ ഒരു റെഫറൻസ് ആണ്. അത് അത് ഈ AK എന്ന് പേരിട്ടതിനെ പറ്റി ഡയറക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരൊരു പേര് തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഒരു പേര് വേണമല്ലോ എന്നുള്ളത് കൊണ്ട് AK എന്ന് തന്നെ പേരിടാമെന്ന് തീരുമാനിച്ചു. ഒരു മികച്ച പണിയെടുക്കാതെ തീരുമാനമായിരുന്നു. ഒരു പണിയെടുക്കാതെ എങ്ങനെ ഒരു പടം ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പടം. അങ്ങനെ അടച്ചാക്ഷേപിക്കാതെ, ടെക്നിക്കലി നല്ലതല്ലേ? അതെ അതെ അജിത്തിന്റെ അതെ. റേസിംഗ് ഒക്കെ ഭയങ്കര പൊളി. മികച്ചതായിട്ടുണ്ടായിരുന്നു. നമുക്ക് കളർഫുൾ അല്ലേ പടം? ഇതിന്റെ ഒരു എന്നാ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആ സ്ക്രിപ്റ്റ് റൈറ്റർ അവിടെ വരുന്നു. ഞാൻ ഇതിനകത്ത് എന്ത് അജിത്തിന്റെ എഴുതണം? വിക്കിപീഡിയ ഫിൽമോഗ്രഫി എടുക്കുന്നു. പുള്ളി അവിടെ ഇരുന്ന് ഇതിനകത്ത് റെഫറൻസ് കൊള്ളാം. അപ്പൊ ഇതിനകത്ത് റെഫറൻസ് കൊള്ളാം, ഇതിനകത്ത് റെഫറൻസ് കൊള്ളാം. അങ്ങനെ ഒരു 5-6 റെഫറൻസ് അല്ല അവിടെ കമ്പനി അത് പഴയോട് തീർന്നത്. പ്ലീസ് ഓ, പടം റെഡി. പടം റെഡി. അതെ, സുടുസുടാ പടം കൊള്ളാം. തീർച്ചയായും അത് നല്ലതല്ലേ? അപ്പൊ എന്ത് നമ്മൾ ഓരോ ചെയ്യൂലേ? മൊമെന്റിലും ഇവിടെ എന്തെങ്കിലും റെഫറൻസ് കാണുമോ, അവിടെ എന്തെങ്കിലും റെഫറൻസ് കാണുമോ, സത്യം നമുക്കിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആക്റ്റീവായിട്ട്. ഈ ലോകേഷിന് 2 തല്ല് കൊടുക്കണം. ലോകേഷ് കാരണമാണ് ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് ഈ പഴയ പാട്ടുകൾ കൊണ്ടുവരുന്ന ഒരു സാധനം കൊണ്ടുവന്നത്. അതിനുശേഷം എല്ലാത്തിന്റെ അകത്ത് അതെ ഒരെണ്ണത്തിൽ പോലും ഇല്ല പഴയ പാട്ടിട്ട്. അതുപോലെ തന്നെ മറ്റേ മറ്റേ കൈതിക്കകത്തിൽ കൊണ്ടുവന്ന മറ്റേ ഗണ്ണ്, മിനിഗൺ. എല്ലാത്തിന്റെ അകത്തിലും ആ സാധനം ഇട്ട് പൊട്ടിക്കാത്ത ഒറ്റ പടമില്ല അത് കണ്ട്. ഈവൻ ഈവൻ അയാള് തന്നെ അത് വിക്രത്തിന്റെ അകത്തില് ഓൾഡ് റെട്രോ അല്ലല്ലോ, അതിനെന്താ പറയുന്നത്, മറ്റേ റസ്റ്റിക് സാധനം കൊണ്ടുവന്നിട്ട് റീയൂസ് ചെയ്യുന്നുണ്ട്. എന്ത് ടൈറ്റിൽ വയ്യ. കാർഡുകളും അതുപോലെ തന്നെ MCUവിന്റെ ടൈറ്റിൽ കാർഡിൽ നിന്ന് ഇൻസ്പയർഡ് ആയി പുള്ളി ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അവിടെ നിങ്ങോട്ട് വിക്രം ഇറങ്ങി കഴിഞ്ഞിട്ട് കുറെ നാളത്തേക്ക് അതുപോലെയായിരുന്നു. ഈ മറ്റേ ഇതിൽ എഴുതി കാണിക്കുന്നത് കമാൻഡർ, ഉം. മറ്റേ എന്താ, ഇതൊക്കെ ഓരോന്നൊക്കെ എഴുതി കാണിക്കുമല്ലോ. സ്പെഷ്യൽ എന്തായിരുന്നു, ഇൻഫിൽട്രേഷൻ ഏജന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏജന്റ് എക്സ്. ഏജന്റ് വിക്രം, ഈ ഏജന്റ് ടീന, ആ ആ അങ്ങനെയുള്ള ആ ആ സാധനങ്ങളൊക്കെ ശരിയാണ്, കറക്റ്റ്. അത് കുറെ പടങ്ങളിലുണ്ടായിരുന്നു. രവി അതെനിക്ക് തോന്നുന്നു തേജയുടെ ഈഗിൾ റെട്രോയിലും എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പേരെഴുതി കാണിക്കുന്ന പരിപാടി റെട്രോയിലല്ലായിരുന്നു, നമ്മൾ ഏതോ ഒരു റീസെന്റ് കണ്ട ഏതോ ഒരു പടത്തിലുണ്ടായിരുന്നത്. ഞാൻ ഓർക്കുന്നില്ല ഏതായിരുന്നു. അങ്ങനെ കുറെ പടങ്ങളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ടൈറ്റിൽ കാർഡുകൾ ഇപ്പൊ കുറെ പേര്, ഈവൻ നമ്മുടെ ഇക്കയുടെ ബസൂക്കയിലടക്കം ആ ഫോർമാറ്റിലാണല്ലോ മറ്റേ ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ചു. റെട്രോയില് സൂര്യയുടെ മറ്റേ ഇങ്ങനെ വിന്റേജ് ലുക്കിൽ വന്നിട്ട് റെട്രോ ഫോമിൽ ബൈക്ക് വെച്ച് കറക്കുന്ന ടൈറ്റിൽ കാർഡ്. ആക്ച്വലി നമ്മളൊരാളെ വിട്ടുപോയി. നമ്മള് ഇതിന്റെ അകത്തില് സരോജി റെഫറൻസ് മാത്രമല്ല, നമ്മുടെ ചാനലിനകത്തിലുള്ള വേറെ ഒരാളുടെ റെഫറൻസും കൂടെ ഇതിനകത്തിലുണ്ട്. എന്താണിത്? ജെയിംസ് ബോണ്ട് റെഫറൻസ്. ഡോണ്ട് യു ആ റിമെമ്പർ? നോ ടൈം നോ ടു ഡൈ ടൈം എന്ന് ടു ഡൈ. പറയുന്നുണ്ട്. സോ എടാ, എന്താടാ എന്നാ പിന്നെ ഇത് UDC കുമാരി, ഒരു മിസ്റ്റർ ദിഗംബരനും ഒരു ഡോക്ടർ സിൻസിന്റെ റെഫറൻസും ഒക്കെ, അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടർ സിൻസ് റെഫറൻസ് എങ്കിലും വെക്കായിരുന്നു. അതെ ഒരു ഇന്റർനാഷണൽ സ്റ്റാർ അല്ലേ അല്ലേ? ശ്ശെ, അതെ അത് മോശമായിപ്പോയി. വേണമെങ്കിൽ അതിനകത്ത് ഒരു മുട്ടത്തലയനുണ്ടല്ലോ, അവനെ വെച്ച് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഒരു ലോ ക്ലാസ്. ഈ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഡോക്ടർ സിൻസിന്റെ പേര് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ്. ഒരുപാട് ആൾക്കാർക്ക് മാതൃകയാണ് ഈ പുള്ളി. ഈ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹീസ് എ പ്ലംബർ, ഹീസ് എ ഇലക്ട്രീഷ്യൻ, ഹി ക്യാൻ ഡു എനി വർക്ക്. ഈസ് സൂപ്പർ ഹ്യൂമൻ, അതെ ഹീസ് ആൻ ആസ്ട്രോനട്ട്. ഓക്കെ, we do അതെ things ഓ, in ആസ്ട്രോനോട്ട് ആയിട്ടും yeah, വരുന്നുണ്ടോ? we do പിന്നെ things in പുള്ളി ചെയ്യാത്ത പ്രൊഫഷൻ ഇല്ല. we do things in space no one can imagine. That's how അതെ powerful Dr. Sins is. Okay, ഓ, അതെ. പവർഫുൾ. ജാവ പവർഫുൾ ആണ്, this സിമ്പിളും ആണ്. simple and powerful ആണ്. So ഡോക്ടർ സിൻസിന്റെ റെഫറൻസ് ഉപയോഗിക്കാത്തതിൽ എനിക്ക് നല്ല ദുഃഖമുണ്ട്. അതെ, കഷ്ടം.
എന്തായാലും ഇത്ര ഉം. പക്ഷേ ഉപയോഗിച്ചതാ. ബാക്കി ഉം. ഓ ബാക്കി പ ഒരുപാട് റെഫറൻസുകളുണ്ടല്ലോ. പക്ഷേ മറ്റേ യോഗ്യ ബാബു മറ്റേ എയർപോർട്ടിനകത്ത് നിന്ന് പുള്ളിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോഴത്തേനും പൈലറ്റിന്റെ ഡ്രസ് ഇട്ടോണ്ടായിരുന്നു. ഡ്രസ് അപ്പൊ ഇട്ടുണ്ട്. ഉടനെ ദിഗംബരം പറയാ അത് നമ്മുടെ ഇന്ത്യയിലാകെ പൈലറ്റ് ലൈസൻസ് ഉള്ള പുള്ളിക്ക് മാത്രം അതുകൊണ്ടായിരിക്കുന്നു. ആക്ടേഴ്സില് ഓ ആക്ടേഴ്സില് യാ അജിത് കുമാറിനുണ്ട് പൈലറ്റ് ലൈസൻസ്. അപ്പൊ അതുകൊണ്ടാണ് പൈലറ്റ് ഡ്രസ് ഇട്ടോണ്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും. അവിടെ പോലും ഒരു കുമാരി എന്നോട് ചോദിച്ചേ ഇതിന്റെ അകത്ത് കോസ്റ്റ്യൂമിന്റെ അകത്തൊക്കെ നീ റെഫറൻസ് പറയുന്നത് എന്ത് കണ്ടിട്ടാണ് കോസ്റ്റ്യൂമിനൊക്കെ റെഫറൻസ് ഉണ്ടോ ഇപ്പൊ ഓക്കെ കിൽബിലിന്റെ അകത്തെ ഡ്രസ്സ് പുള്ളിക്കാരിക്ക് കൊടുക്കുന്നു ടേക്കേന് പൈലറ്റ് ഡ്രസ് ഇട്ടോണ്ട് വന്നപ്പോ അത് ക്യാച്ച് ചെയ്ത് കണ്ടു അതൊക്കെയാണ് ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു നല്ല പടമാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വട്ട് ഈസ് ദിസ് നോൺസെൻസ് ഇത്രയും റെഫറൻസുകൾ ഒരു പടത്തിന്റെ അകത്ത് ഒരാള് ചേർക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും ഒരു അയ്യോ. സീനിൽ ഒരു നമ്പർ പ്ലേറ്റിൽ വരെ പടത്തിന്റെ AK-63 എന്നുള്ള റെഫറൻസ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവരും ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ ഹ്യൂമൻലി പോസിബിൾ ആണോ ഇത്രയും പടം ഇത് ഇത്രയും പടം തന്നെ ചെയ്ത് കഴിഞ്ഞ് വേറെ എന്തൊക്കെ ഇനിയിപ്പോ ഡിലീറ്റഡ് സീൻസിൽ റെഫറൻസുകൾ ഉണ്ടെന്ന് തമ്പുരാൻ അറിയാം ഒരു ഇത്രയും ഡിലീറ്റ് എനിക്ക് കൊണ്ടുവന്നില്ലേ മറ്റേ ഇനി ഒരു ഡിലീറ്റഡ് ഏ സീനും കൂടെ താങ്ങാനുള്ള ത്രാണി എനിക്കില്ല. അതന്നെ ഇനി പടം ഡിലീറ്റഡ് തന്നെ സീനുകൾ ഡിലീറ്റഡ് വരും. സീൻ അതെ ആയിരുന്നെങ്കിൽ എന്നാണ് എന്റെ ആഗ്രഹം ഇല്ല നിങ്ങക്ക് എല്ലാ ഗാങ്സ്റ്റേഴ്സിനും ഒരു സിഗ്നേച്ചർ ഉണ്ട്. ആൻഡ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് AK സിഗ്നേച്ചർ മൂവ്? എന്ത് പറയുന്നു? മറ്റേ ഫോട്ടോഷൂട്ടിൽ ഫോട്ടോഷൂട്ട് അതെ ഫോട്ടോഷൂട്ട് പൊളി കിടില ഐറ്റം അതെ വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിന്റെ ആവശ്യമാണ് ഒരു ഇതിനൊക്കെയെന്നാണ് ഒരു അത് ഞാൻ നല്ലതല്ലേ ആലോചിക്കുന്നത്. അത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പരിപാടിയല്ലേ ഇന്നോവേറ്റീവ് അപ്രോച്ച്. ഫോട്ടോഷൂട്ട് അതെ കണ്ട പൊളി എന്തോ ഐറ്റം ടിഫിൻ ബോക്സ് പോലത്തെ ഒരു പരിപാടിയായിട്ട് തന്നെയാണ് തോന്നിയത്. തിയേട്രിക്സ്. മറ്റേ ക്യാമറയൊക്കെ തുറക്കുന്നു എന്നിട്ട് മറ്റേ മെഷീൻ ഗണ്ണ് വെച്ച് ഇത് അതെ കൊള്ളായിരുന്നല്ലേ? എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ പുള്ളിയുടെ വേണ്ട പറയുന്നില്ല അല്ല എന്ത് സാധനത്തിന്റെ അകത്തുനിന്ന് ഈ മെഷീൻ കണ്ട് ഇറങ്ങി വരുന്നത് കൊണ്ട് നമുക്ക് അറിഞ്ഞൂടെ ഇനിയിപ്പം അല്ല 90കളിലല്ല എന്തെങ്കിലുമൊക്കെ 1990കളിലെ ക്യാമറ അതാണ് സംഭവം ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പഴയ പഴയ ക്യാമറ സെറ്റപ്പ് അത്. അതിനകത്ത് അത് ദീന ലുക്കിൽ വരുന്നോണ്ട് ആ സമയത്ത് ക്യാമറ യൂസ് ചെയ്യാന്നുള്ള ഒരു ഐഡിയോളജി അല്ല എല്ലാ ഓ കൊള്ളാം ഗ്യാങ്സ്റ്റേഴ്സിനും നീ പുള്ളിയുടെ എല്ലാ ആ ഗ്യാങ്സ്റ്റേഴ്സിനോട് ഒരുമിച്ച് കൂട്ടിയിട്ട് കൊല്ലുന്നത് വെറൈറ്റി അല്ലേ? ആ അല്ലേ നന്നായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ഹിസ്റ്ററി വരലാറ് എടുത്തു നോക്കിയാൽ പുള്ളി ദീനയായിട്ട് ഇന്ത്യയിൽ ജീവിച്ചു അത് കഴിഞ്ഞ് മലേഷ്യയിൽ പോയിട്ട് പുള്ളി ബില്ലയായിട്ട് ജീവിച്ചു അത് കഴിഞ്ഞിട്ടാണ് കൊറിയയിൽ പോയിട്ട് മറ്റേ കിം ഡുഗൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് മറ്റേ വോങ്ലിയുടെ കൂടെ ചേർന്ന് ഡ്രാഗൺ ആയിട്ട് മാറി പിന്നെ ന്യൂയോർക്കിൽ പോയിട്ട് ജോൺ റിക്കിന്റെ കൂടെ പോയി 100 പേരെ വെടിവെച്ച് കൊന്ന് റെഡ് ഡ്രാഗൺ ആയിട്ട് ട്രാൻസ്ഫോം ആയി പ്രൊഫസറിന്റെയും കൂടെ ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ എന്തെല്ലാം പടങ്ങളിൽ നിന്നുള്ള പുള്ളിയുടെ പാസ്റ്റ് കഥകളെല്ലാം കൂടെ എടുത്ത് ചേർത്ത് വെച്ച് ഒരു നൈസായിട്ട് നിങ്ങള് പഴയ വിക്രം എടുത്തോണ്ട് വന്നിട്ട് അതിന്റെ സ്പിൻ ഓഫ് ആയിട്ട് ലോകേഷ് വിക്രം ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഓഹോ പക്ഷേ ലോകേഷ് വിക്രം എടുത്തപ്പോഴത്തേനും ഡയലോഗ് ലോകേഷ് തന്നെ എഴുതിയത്. അതെ അല്ലാതെ വിക്രത്തിന്റെ അകത്തുള്ള ഡയലോഗ് എല്ലാം കൂടെ ഇതിനകത്ത് എടുത്തു വെച്ചില്ല. അല്ല അത് പഴയ വിക്രം എടുത്തോണ്ട് വന്നിട്ട് പുള്ളി വിക്രം എന്ന് ചെയ്തപ്പോ ഓഹോ ഇത് പഴയ ഒരു 19 പടം എടുത്തോണ്ട് വന്നിട്ട് പുള്ളി ഒറ്റയടിക്ക് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തപ്പോ അയ്യം എനിക്കിതാ മനസ്സിലാവത് ഈ ആൾക്കാരുടെ ടേസ്റ്റ് ഐ കാൻ ബിലീവ് ദിസ് നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നുണ്ടാ നിങ്ങളെന്താ മിസ്റ്റർ ഇങ്ങനെ ദിഗംബരൻ? എങ്ങനെ എടാ എങ്ങനെ അതൊരു ഒരു സാധിക്കുന്നത്? പടം എൻജോയ് ചെയ്യുക ആ അതൊരു ഡീപ്പ് ലെവലിൽ നിങ്ങൾ അത് എൻജോയ് ചെയ്യണം എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും എന്താണേലും 19 പടം എന്ന് പറഞ്ഞല്ലോ. ഇതിനകത്തിൽ ഏതൊക്കെ അജിത്ത് പടങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ ഒന്നിച്ച് കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് എനിക്കും ദിഗംബരനും പിക്ക് ചെയ്യാൻ പറ്റിയ പടങ്ങളിൽ വരലാര്, മങ്കാത്ത, ഗില്ലി. വരലാര് വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് കമ്മിങ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയുന്നുണ്ട്. സോ ഇത് അത് വരലാറിന്റെ ആണെന്നാണ് ഇതൊക്കെ ദിഗംബരൻ ഇതൊക്കെ പറഞ്ഞത്. ആൾക്കാർക്ക് വർലാർക്കെ വർലാറ എന്നുള്ള ഡയലോഗ് ആ വരുന്നുണ്ട് ഡയലോഗും ഉണ്ട്. എന്റെ ഞാൻ എന്തോ പറഞ്ഞു സിൻസ് എന്തോ പറഞ്ഞു. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നമ്മൾ പറയണം. കാരണം എന്താ പറയുക? കാരണം കാണാൻ പോകുന്ന നാട്ടുകാർ ഓൾറെഡി തെറി പറഞ്ഞുകൊണ്ടറിയും പകുതി വരികയും അവർക്ക് തീർച്ചയായും. അറ്റ്ലീസ്റ്റെങ്കിലും മനസ്സിലാകട്ടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് അവിടെ. യെസ്. അല്ല എസ്പെഷ്യലി പിന്നെ ഈ മലയാളികൾ. പടങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഇത് കാണണം ഒരു yeah. MCUവിന് ഹോംവർക്ക് ചെയ്യുന്ന പോലെ അജിത്തിന്റെ പഴയ എനിക്ക് പടങ്ങളെല്ലാം ഇത് കണ്ട് കണ്ടപ്പോ അങ്ങനെ തോന്നിയായിരുന്നു. ദീനം ബില്ല മാത്രം കണ്ടാ മതിയായിരുന്നു. അതായിരുന്നു ഭേദം എന്ന് എനിക്ക് തോന്നിയായിരുന്നു.
തീർച്ചയായും. സോ പിന്നെ നെക്സ്റ്റ് വരുന്നത് തൃഷയുടെ ഡാഡീനെ കാറിൽ നിന്ന് കിക്ക് ചെയ്തു എന്ന് പറയുന്ന നമ്മുടെ മങ്കാത്ത റെഫറൻസ്. അത് നേരത്തെ ദിഗംബരം പറഞ്ഞു. പിന്നെ കാരപ്പൊരിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അത് ഗില്ലിയാണ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഗില്ലി. എ അജിത് റെഫറൻസ്. ദാറ്റ് ഇസ് തൃഷ റെഫറൻസ്. പിന്നെ റെഡ്. തലപതി റെഫറൻസും കൂടെ ആണെന്ന് പറയാം. പിന്നെ റെഡിന്റെ അകത്ത് അത് എന്ന് അത് പറയുന്ന ഒരു ഉം. പുള്ളിയുടെ ക്യാച്ച് ഫ്രേസ് അല്ല, ആണ് അതിന്. എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. ഇത് എന്നോട് ദിഗംബരം പറഞ്ഞു, ചെറുതായിട്ട് ഇതിനെ ഒന്ന് കൗണ്ടർ ചെയ്ത് നമ്മുടെ തളപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അതെനിക്ക് ആ, അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഞാൻ ഗസ് അത് ചെയ്തു. അത് ഏത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അതിനെ കളിയാക്കി ചോദിച്ചിട്ടുണ്ട് ഒരു പടത്തില്. പിന്നെ ഉള്ളത് തുനിവ്, വാലി, വേതാളം, എന്താണ് ഇത്, ആരംഭം എന്നാന്ന് തോന്നുന്നു. ആരംഭമാണോ? ആരംഭമാണോ ആരംഭം. ആരംഭം. പുള്ളിയുടെ? ആരംഭം. ആരംഭമുണ്ട്. പിന്നെ അതെവിടെയാന്നറിയോ? വേതാളം. ദൃശ്യം മറ്റേ പാല് കൊണ്ട് കൊടുക്കുമ്പം വിഷം വെച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ആ ആ ആ രീതിയിലുള്ള ആ. വരുമ്പം ഓ പോലീസുകാരിങ്ങനെ കയ്യെ കയറി പിടിക്കുന്നില്ല. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കുമല്ലോ. ഓക്കെ. ആ എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുന്നത്. അത് ആരംഭത്തിന്റെ അകത്ത് ഒരു ഷോട്ട് ഉണ്ട്. പിന്നെ അതാണ്. വേതാളത്തിന്റെ റെഫറൻസ് നീ എന്നോട് പറഞ്ഞത് മറ്റേ മറ്റേ മുയൽ ഫേസ് പിടിക്കുന്നുണ്ടല്ലോ പുള്ളി, കൈ ഹാൻഡ് ആ ജെസ്റ്ററിൽ വെച്ചിട്ട്. അത് അതാണ്. മറ്റേ ആലുമാഡോലുമ പാട്ടും ഉണ്ട്. ആ അതുണ്ട്, ശരിയാണ്. ഗാങ്സ്റ്റർ പിന്നെ മനുഷ്യന്റെ ഗാങ്സ്റ്റർ സിഗ്നേച്ചർ സിംബൽ. അല്ലുമാഡോലും പിന്നെ പാട്ടുകൾക്ക് ഇടയിൽ വരുന്ന, ആ പാട്ടിന്റെ അകത്ത് തന്നെ വരുന്ന വേതാളം, വാലി, അട്ടഹാസം, വില്ലൻ, പിന്നെ ഗെയിം റെഫറൻസ് വരുന്ന മങ്കാത്തയാണ് ഇത്. മങ്കാത്ത. മങ്കാത്ത. പിന്നെ വിവേകം. അങ്ങനെ പോന്നു ഒരു ലിസ്റ്റ്. ഇനിയിപ്പോ വായിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ബോറടിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് നിർത്തിയാണ്. പേടിക്കണ്ട, അവർ പകുതി കാണുമ്പോഴത്തേക്ക് തന്നെ അയ്യോ. അവർ ബോറടിച്ചിട്ട് അവർ തന്നെ എഴുന്നേറ്റ് എല്ലാവരുടെയും ഉള്ളു. പൊക്കോളും. ഇപ്പം പ്രഭു അവർ ഭയത്തൊക്കെ ഭയം കട്ടർവർ എന്ന് പറയുന്നുണ്ട്. അത് ബില്ലയ്ക്കകത്ത റെഫറൻസ് ആണ്. അതുകൊണ്ട് തീർച്ചയായും. yes, തീർച്ചയായും. അങ്ങനെ ഓരോ ക്യാരക്ടർ വരുമ്പോഴും ഓരോരോ റെഫറൻസുകൾ പറഞ്ഞില്ലേ. പ്രിയ വാര്യർ കണ്ണടിക്കുമ്പോൾ അത് അഡാർ ലെവലിലെ റെഫറൻസ്. ഇനിയിപ്പോ കൊക്കേനൊക്കെ ഉണ്ടല്ലോ. അതിന് ഒമർ ലുലുവിന്റെ നല്ല സമയത്തിന്റെ ഏ, റെഫറൻസ് ആണ്. ഇനി പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആയിട്ടുണ്ട്. അത് നമ്മുടെ മലയാള സിനിമയെ കംപ്ലീറ്റ് ഉദ്ദേശിച്ചതാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. യുവത്തന്മാരുണ്ടല്ലോ. എന്നിട്ട് അങ്ങനെ ടോക്ക്, നമ്മളെന്താ ആ കഞ്ചാവടിയന്മാരാണ്? അതിന്റെ ഷൈൻ ടോൺ ചാക്ക ആ വരുന്നുണ്ട്. ഷൈൻ അതങ്ങനെ ടോൺ. ഉണ്ടായിരുന്നു. അയ്യോ, യു ആർ ടോക്കിംഗ് അബൌട്ട് ദ റണ്ണിങ് എക്സ്പീരിയൻസ്. പുള്ളി ഒരു മാരത്തോൺ റണ്ണർ ആയിരുന്നു. പുള്ളി രാവിലെ എക്സസൈസ് ചെയ്യാൻ ഓടാറുണ്ട്. അതുകൊണ്ട് ഓടിയതാണ് രാവിലെ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. സൈമൺ എന്നാണ് അതിന്റെ അകത്തെ പേര്. അത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, സൈമൺ അല്ല ഷൈൻമൺ ആണ് വരുന്നത് എന്നുള്ളത്. ഷൺമുഖം എന്നെന്തോ ആണ് പുള്ളിയുടെ പേര്. സൈമൺ. അല്ല, എനിക്ക് പിന്നെ മനസ്സിലാവാത്ത ടിനുവാനന്ദ് വേറെ ഉണ്ട് സലാറിലെ. ഉം. എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യമുണ്ട്. ഇവര് കാസിനോ പണിതു. അതൊരു ബാങ്കാണ്. ഇവരുടെ മൊത്ത സമ്പാദ്യം ഈ ബാങ്കിലാണ്. എന്നിട്ട് ഈ ഉം. പൊട്ടന്മാര് തന്നെ ആ ബാങ്കിൽ ബോംബ് വെച്ചേക്കും. അപ്പൊ ഞാൻ ആദ്യം ദിഗംബരൻ എന്നോട് ഇത് പറഞ്ഞു, ഇവന്മാരെന്തൊരു പൊട്ടന്മാര്, ഇവന്മാരുടെ ബാങ്കിൽ ഇവന്മാരുടെ സമ്പാദ്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇവന്മാര് തന്നെ ബോംബ് വെച്ചേക്കുവാണ്. ദിഗംബരൻ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ചിലപ്പോ ബോംബ് വെച്ചേക്കുന്നത് അവിടെ വന്ന് കൂടിയ ആൾക്കാർ ത്രെറ്റനിങ് ആണെങ്കിൽ അവരെ മാത്രം കൊല്ലാനുള്ള ബോംബായിരിക്കും. ക്യാഷ് എല്ലാം സേഫ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വോൾട്ടിന്റെ പക്ഷെ അകത്ത്. വോൾട്ടിന്റെ അത് സേഫ് ആയിട്ട് ബോംബ് റെസിസ്റ്റന്റ് വോൾട്ടിലായിരിക്കുന്നു. എവിടെ പൊട്ടന്മാര്, അവന്മാര് തന്നെ ബോംബ് പൊട്ടിച്ചിട്ട് അജിത്ത് പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ എന്ന്. അജിത്ത് പിന്നെ പൊട്ടിക്കാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് എല്ലാം പൊട്ടിക്കണമായിരുന്നു എന്നാണ്. ആ ബോംബ് ഒരു ഓപ്പൺ ഹൈമർ റെഫറൻസ് ആയിരുന്നു. യു മീൻ ധ്യാൻ ശ്രീനിവാസൻ? അല്ല മറ്റേ അല്ല, മറ്റേ ഐ ഹാവ് ബിക്കം ഡെത്ത്. മലയാളത്തിന്റെ ഓപ്പൺ ഹൈമർ അല്ല. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. എന്തെങ്കിലും ഒരു റെഫറൻസ്. തീർച്ചയായും. തീർച്ചയായും. ആ, ഉം. അത് Yeah. പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ആക്ച്വലി ബാഡ് ബോയ്സ് കണ്ടായിരുന്നു. സോ ഞങ്ങൾ ബാഡ് ബോയ്സ് കണ്ടിട്ട് ചെയ്യണോ വേണ്ടായോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ വി ഓൾസോ സജസ്റ്റഡ് ഇറ്റ് ഡോക്ടർ സിൻസ്. പക്ഷേ സിൻസ് ഞങ്ങളുടെ ആ ഒരു ക്ഷണം നിരസിച്ചാണ് നമ്മളോട് ഗുഡ് ബാഡ് അഗ്ലി ചെയ്യാന്ന് പറഞ്ഞത്. ബട്ട് ഇന്ന് നിങ്ങൾ കമന്റ്സിൽ പറയോ, ഡിഡ് യു ലൈക്ക് ഗുഡ് ബാഡ് അഗ്ലി ഓർ ബാഡ് ബോയ്സ് എന്ന് പറയൂ. അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് ബാഡ് ബോയ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബാഡ് ബോയ്സ് തലയുടെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. വിളയാട്ടമാണോ റഹ്മാനിക്കയുടെ വിളയാട്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. തീർച്ചയായും. ബാഡ് ബോയ്സിൽ നിങ്ങൾക്ക് എന്താണ്? ഒരു മമ്മൂട്ടിയല്ല, മമ്മൂട്ടിയെ കിട്ടിയില്ലേ? 2 മമ്മൂട്ടി അതിൻ്റെ അകത്തിലുണ്ട്. 2 മമ്മൂട്ടി. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ടർബോയ്ക്കകത്ത് ഇക്കയുടെ ലുക്കിലാണ് റഹ്മാൻ വരുന്നത്. പിന്നെ ഇക്കയുടെ ഡ്യൂപ്പായിട്ട് നിന്നിട്ടുള്ള നമ്മുടെ സ്വന്തം ടിനി ടോം അതിന്റെ തൊട്ട് അങ്ങനെ 2 മമ്മൂട്ടിനെ ഒരുമിച്ച് ഒരു പടത്തിൽ തീർച്ചയായും. കൊണ്ടുവന്ന ഒരു അപ്പൊ മനോഹരമായിട്ടുള്ള കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ഡോക്ടർ സിൻസ് പറയാനുള്ളത്? GBUവിനെ കുറിച്ചുള്ള മൊത്തം ഒരു എക്സ്പീരിയൻസ് ആസ് എന്റെ അവൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാൻ വേണ്ടി ഇരിക്കുക. അതെ, ഇനിയിപ്പോ ഈ റെഫറൻസ് എല്ലാം വെച്ച് ഒന്നുകൂടെ കാണണം. എന്നിട്ടാണ് എന്റെ ജീവിതം എനിക്ക് സ്വയം വെറുത്തിട്ട് 2 വെടി വെച്ച് വേണമെങ്കിൽ ആ കാറിന്റെ വെടി എന്റെ തൊട്ട് കുറച്ചുകൂടി ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും മനസ്സിലാകും
അയർലൻഡിന്റെ തെരുവീഥികളിൽ ഞാൻ കിടക്കാൻ അതെ. പോവുകയാണ്. വണ്ടി കേറി ഇറങ്ങട്ടെ. ഏഹ്. അയ്യോ! ഇനി ഞാൻ എന്നെക്കൊണ്ട് പറയുന്നത് പറ്റുന്നില്ല. ഇനി ആ പടത്തിന്റെ പകുതി എത്തിയപ്പോഴത്തേക്കും എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ എടാ നമ്മളൊക്കെ ഇത് ഒരു വട്ടേ കണ്ടുള്ളൂ. പക്ഷെ ഈ ദുരന്തം മിസ്റ്റർ ദിഗംബരൻ 2 വട്ടമാണ് കണ്ടത്. സമ്മതിക്കണം ഈ ഇവനെ. ദുരന്തം എന്ന് പറഞ്ഞത് പടത്തിനെയാണോ എന്നെയാണോ ഉദ്ദേശിച്ചത്? ഈ 2. കോണ്ടെക്സ്റ്റ് രണ്ടും. ആ, ആഹാ. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പഴയ പടങ്ങൾ എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് "ഓ, ശരിയാണല്ലോ, അജിത്തിന്റെ പഴയ പടങ്ങളിലൂടെയൊക്കെ ഒന്ന് തിരിച്ചു പോയാലോ, വാലിയും ദീനയും മറ്റേ ആരംഭവും വേതാളവും എല്ലാം കൂടെ ഒന്ന് കണ്ട് തിരിച്ചു വരാമെന്നുള്ള ഒരു അജിത്തിനെ മാത്രമായിരുന്നെങ്കിൽ ഒരു ഒരു കൊണമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആരെയും വെറുതെ വിട്ടിട്ടില്ല. തമിഴ് ഇൻഡസ്ട്രി മൊത്തം അവര് പറയുന്നുണ്ട്. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഓഹ് എന്റെ അമ്മോ! വേണ്ടേ, ഇതല്ലേ അതിന്റെ ഒരു പെവർ. സമ്മതിക്കണം. അപ്പം പറയൂ നിങ്ങൾക്ക് ദിഗംബര. ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറ. ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേർക്കും കാര്യം. പടം ഇഷ്ടപ്പെട്ട, ഇത് കൊള്ളാം അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം. ഏ, എന്താണ്? ആലോചിക്കുവാ. അക്ഷ- മൂകമാമി അയ്യോ, അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൂടാ. മൂകമാമി മനസ്സിൽ ആ പാട്ടൊക്കെ പാടിയ തല എങ്ങനെ ഉണ്ടായിരുന്നു? തലയോ? എനിക്ക് തലവേദന എടുത്തു എന്നുള്ളതാണ്. പുള്ളിയുടെ അല്ല, ചെറുപ്പകാലവും കോമഡി. പുള്ളിയുടെ ചെറുപ്പകാലം കാണിക്കാനായിട്ട് പുള്ളിയുടെ താടി കംപ്ലീറ്റ് അങ്ങോട്ട് ഷേവ് ചെയ്തു. അതിനെ ഡ്യൂപ്പിനെ ഉപയോഗിച്ച് എനിക്ക് നല്ല സംശയം ഉണ്ടാവും. ആ ഒരു ഓ, അല്ല, അത് പുള്ളിയുടെ ശരിയാ. ലുക്കാ അത്. പുള്ളി ആ. ഈ റേസിങ്ങിന് വേണ്ടിയിട്ട് മെലിഞ്ഞായിരുന്നു. ആ ഇതിന്റെ ഓക്കെ. ഷൂട്ടിങ്ങിന്റെ ഇടയിലാ മെലിഞ്ഞ. അതിപ്പോ ലാഭമായല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ലുക്കിൽ തന്നെ ഒരു 2-3 പക്ഷെ ഇതൊക്കെ അത് എടുത്തു. ഞാനത് പറഞ്ഞായിരുന്നു ദിഗംബരനോടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? എനിക്ക് ആ ഒരു ബ്ലാക്ക് ബിയേർഡ് വിത്ത് ആ ഒരു മെലിഞ്ഞ കുറച്ചും കൂടെ ഒരു ലീൻ ആയിട്ടുള്ള അജിത്തിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഹി ലുക്ക് വെരി യങ് ഓൾസോ. അപ്പം പുള്ളിക്ക് അത് ഒന്നും ഡി ഏജിങ്ങോ CG ഒന്നും ഇല്ലാതെ AI ഒന്നും ഇല്ലാതെ പുള്ളിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ഡോണ്ട് നോ വൈ ഹി ഈസ്. ഐ മീൻ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ അവര്? വണ്ണത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മെയിനായിട്ട് അല്ല, പുള്ളിയുടെ ആ ഒരു ജസ്റ്റ് ഡൈയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രം പുള്ളി ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ പുള്ളിക്ക് ഒരു 10 വയസ്സ് കുറവ് തോന്നുന്ന ഒരു അവസ്ഥയിലാണ് എനിക്ക് തോന്നിയത്. സോ ഡി യുനോ ഏജിങ് യൂസ് ചെയ്തിട്ടുണ്ടോ അവര് എന്തായാലും പക്ഷെ നല്ല എനിക്ക് രീതിയിൽ? തോന്നുന്നു ഇതിനകത്തിലെ ഡി ഏജിങ് കുറച്ചുകൂടെ നാച്ചുറൽ ആയിരുന്നു കമ്പയർഡ് ടു വിടാമുയർച്ചി. വിടാമുയർച്ചിയിൽ ഇച്ചിരി കൂടെ നമുക്കത് നോട്ടീസബിൾ ആയിരുന്നു. ആ, തൃശ്ശയായിട്ടുള്ള ഇതിൽ ആ കാണിച്ചു, പാസ്റ്റ് ഡാൻസിന്റെ കാണിച്ചു. അകത്തിലൊക്കെ അതെ അതെ അതെ. അത് ഇച്ചിരി അല്ല, പക്ഷെ അത് ബുദ്ധിമുട്ടായിരുന്നു. പുള്ളി അവരൊന്നും ചെയ്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇതിന്റെ അകത്ത് ആ റിങ്കിൾസോടെ തന്നെയല്ലേ പുള്ളി വരുന്നത്. പുള്ളി അല്ല മെലിഞ്ഞ മറ്റേ സമയത്ത്. ബീച്ച് സീനിന്റെ അകത്തിലൊക്കെ ഇച്ചിരി ഓക്കെ ഓക്കെ ഓക്കെ, ആ ഓക്കെ. വിയേർഡായിരുന്നു. അപ്പൊ അങ്ങനെ. പിന്നെ ഇതിനകത്തില് വിയേർഡ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇത് ഞാൻ മാത്രം ശ്രദ്ധിച്ചതാണോന്ന് എനിക്കറിയത്തില്ല. ബട്ട് സിമ്രന്റെ മുഖത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ എന്താ തിയേറ്ററിൽ പോയിട്ട് ടൂറിസ്റ്റ് ഫാമിലി കണ്ടു. അതിനകത്ത് സിമ്രൻ നോർമലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് സിമ്രന്റെ മൂക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇത് നീ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഇടയ്ക്ക് ബെൻഡ് ആവുന്ന ആ, പോലെയൊക്കെയുള്ള ഒരു ഇതല്ലേ? അത് ഡിഏജ് ചെയ്തിട്ട് റോങ് ആയി പോയതാണോ? അതോ പുള്ളിക്കാരി എന്തെങ്കിലും മുഖത്ത് വല്ല പ്രോസ്തെറ്റിക് വെച്ചതാണോ? എന്ത് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര വിയേർഡായിരുന്നു. അറിഞ്ഞൂടാ. അത് സോ അറിയത്തില്ല അപ്പൊ എന്താണെന്ന്. നല്ലത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു ലുക്ക് നല്ലായിരുന്നു. എനിക്ക് അജിത്തിന്റെ ആ ഒരു യങ്ങർ വേർഷൻ ലുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി ഈവൻ എന്നുള്ളതല്ലാതെ. പുള്ളിക്കാരിയോട് ഇടുപ്പ പാത്തുക്ക എന്ന് പറയുന്നത് പോലും ഒരു റെഫറൻസ്. സിമ്രൻ അതൊക്കെ വാസ് ഫേമസ് ഫോർ ഹെർ ഹിപ്പ്, അന്നത്തെ എന്റെ കാലത്തില് ദൈവമേ, ഇതൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് ഇവിടെ ഇപ്പൊ ബാലയ്യയാണ് ഭേദം എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ബാലയ്യൻ ഫിലിംസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് എനിവേസ് കമ്മിങ് ബാക്ക്. തീർച്ചയായും. അതിൽ ഞങ്ങളോട് ചോദിച്ചതിരിക്കട്ടെ, ഞങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലല്ലോ. പടം ഇഷ്ടപ്പെട്ട നീ അതെ. പറയൂ. നിനക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്? എന്തൊക്കെയാണ് അവന് ഇഷ്ടപ്പെട്ടത്? പല ഈ റെഫറൻസുകളും ഈ ഭയങ്കര ഫാൻ ഇഷ്ടമാണ്. ബോയ്സോ അല്ലാതെ അതെ അതെ ഫാൻ ബോയ്സോ റെഫറൻസസോ അല്ലാതെ നിനക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്? ഞാനൊന്ന് കേൾക്കട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആദ്യം ഇത് കണ്ടപ്പോൾ "യേ ക്യാ അപരാധ് ഹേ" എന്ന് തോന്നിയ എനിക്ക് പോലും ഇതിന്റെ അകത്ത് റെഫറൻസസ് നോട്ട് ചെയ്യാനായിട്ട് തോന്നിപ്പിച്ചല്ലോ. അത് ആദിക് രവിചന്ദ്രന്റെ കഴിവ് തന്നെ. അത് നോട്ട് ചെയ്തില്ലെങ്കിൽ തലയ്ക്കകത്തിൽ ആൾതാമസം ഇല്ലെന്നാണ് അർത്ഥം. കാരണം അതിനൊക്കെ റെഫറൻസ് മാത്രമേ ഉള്ളൂ. തീർച്ചയായും. അയ്യോ എന്റെ ഈ ദൈവമേ. ഇത്രയും റെഫറൻസുകൾ ഒരു പടത്തിന്റെ അകത്ത്, ഇപ്പം ജവാനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ, 10 പടം എല്ലാം കൂടെ ഒരു പടത്തിന്റെ അകത്ത് കാണിച്ച അറ്റ്ലിയുടെ മികവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ
ഒരു 500 പടത്തിലെ റെഫറൻസുകളെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വെച്ച ആദിക് രവിചന്ദ്രന്റെ മികവ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അല്ല എനിക്ക് ഏഹ്, സീരിയസ് ആയിട്ട് ഒന്ന് കാണണമെന്നുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ട്രൂലി ഇത് പിന്നെ ചെറിഷ് ചെയ്ത് അടിപൊളിയാണെന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ എനിക്കൊന്ന് കണ്ടൊന്ന് തൊഴണം എന്ന് എനിക്കുണ്ട്. ഒരു കാര്യം ഞാൻ സോ ഉണ്ടല്ലോ, ഉറപ്പായിട്ടും ഉണ്ടല്ലോ. അവരുടെ ഉണ്ട് പടം ഉണ്ട് അജിത്തിന്റെ ഉണ്ട്. കരിയറിലെ അജിത് ഏറ്റവും പാക്കിന് വലിയ ഭയങ്കരമായിട്ട് ഹിറ്റാണ്. ഇഷ്ടപ്പെട്ടു. അതെ അതെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് നോ വൈ ഡിഡ് ദേ ലൈക്ക് ദ ഫിലിം എന്നുള്ളത് എനിക്ക് ആ, അതിന് മനസ്സിലാവും. വിടാമുയർച്ചി ഒരു വലിയ കാരണമാണ്. കാര്യം വിടാമുയർച്ചി അവരെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്തു. ഇതിലാണ് അവർക്ക് ശരിക്കും ആഘോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ള. എനിക്ക് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ഈ കംബാക്ക് എന്നുള്ള ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കംബാക്ക് എന്നുള്ളത് നമ്മുടെ റെട്രോ വീഡിയോ ഞാനിത് പറഞ്ഞായിരുന്നു. കംബാക്ക് എന്നുള്ള വാക്ക് എനിക്ക് അതൊരു താല്പര്യമില്ലാത്ത വാക്കാണ്. ബിക്കോസ് ദേ ഹാവ് നോട്ട് ഗോൺ എനിവെയർ. അവരൊരു റിട്ടയർഡ് ആയ ആൾക്കാർ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ അഭിനയം നിർത്തിവെച്ച ആൾക്കാർ തിരിച്ചു വരുമോ ചെയ്യുമല്ലോ. ഇപ്പൊ മഞ്ജു വാര്യർ തിരിച്ചു വന്നു, അതൊരു കംബാക്ക് ആണ്. ബിക്കോസ് ഷീ വാസ് ടേക്കിംഗ് എ ബ്രേക്ക്. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പം കുഞ്ചാക്കോബൻ തിരിച്ചു വന്നു, അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് വന്നത്. ബട്ട് ദിസ് ഇസ് ലൈക്ക് പീപ്പിൾ ആർ ദെയർ ഇൻ ദിസ് ഇൻഡസ്ട്രി നൗ ഇറ്റ് സെൽഫ്. അപ്പം അല്ല, ഒരു ബോക്സ് ഇപ്പം ഓഫീസിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്നതുകൊണ്ടാണ് they കംബാക്ക്. are still doing movies, they are still doing good movies. പക്ഷെ അത് വിക്രമിന് ഹിറ്റാവുന്നില്ലല്ലോ, അതെ. അതാണ് പ്രശ്നം. എനിക്ക് അപ്പൊ അതിന്റെ അതുകൊണ്ട് കംബാക്ക് ബോക്സ് എന്നുള്ള ഓഫീസ് വാക്കിനോട് കംബാക്ക് തന്നെ ആണ് അത്. എനിക്ക് കംബാക്ക് എന്നുള്ള വാക്കിനോട് തന്നെ എനിക്ക് താല്പര്യമില്ല. ആൻഡ് ഐ ഹേർഡ് പീപ്പിൾ സെയിങ് ദാറ്റ് ഗുഡ് ബാഡ് അഗ്ലി അജിത്തിന്റെ കംബാക്ക് ആണെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടായിരുന്നു. ആൻഡ് ഐ ഇവക്ക് ജസ്റ്റ് ഗോ ബാക്ക് ആണ് ഇഷ്ടം. ഇന്ത്യൻ ടൂവിന്റെ അകത്ത് താത്ത അതെ ഗോ അതെ ബാക്ക് എന്ന് പറഞ്ഞ ഞാൻ എന്തായിരുന്നു അയാളുടെ പേര്? മറ്റേ സിദ്ധാർത്ഥന്റെ ക്യാരക്ടറിന്റെ ചിത്ര പേരെന്താ? അരവിന്ദൻ ഫ്രം സോഷ്യൽ ഫ്രം മീഡിയ. സോഷ്യൽ മീഡിയ ആണ് ഞാൻ. അതെ 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 UDC കുമാരി ഫ്രം സോഷ്യൽ മീഡിയ ആണ് ഞാൻ. തീർച്ചയായും. തീർച്ചയായും. Yeah. അപ്പൊ yeah. അപ്പൊ എനിക്ക് ഞാൻ എന്താണെങ്കിലും പറയും ഇന്ത്യൻ ടൂവിനേക്കാളും ബെറ്റർ നമ്മുടെ എന്താണ് അതിന്റെ പേര്, ഗുഡ് നമ്മുടെ ബാഡ് അഗ്ലി ആയിരുന്നു. അല്ലല്ലല്ല നമ്മുടെ നമ്മുടെ ദേവ് ടൂവിന്റെ ഒക്കമഗാഡു. പടം ഒക്കമഗാഡു. ഒക്കമഗാഡു ഒക്കമഗാഡു. ആണ് ബെറ്റർ എന്ന് ഞാൻ എന്നും പറയും, കണ്ണു പൂട്ടി പറയും. ഇന്ത്യൻ ടൂ Yes. ആണോ ഗുഡ് ബാഡ് അഗ്ലി ആണോ ഇന്ത്യൻ ടൂ ഇന്ത്യൻ ടു. ആണെന്ന് പറയുന്നത്. ഓ, എന്റെ തലേ എടാ കാരണം തലയ്ക്ക് ഇന്ത്യൻ ബന്ധം. ടൂവിന്റെ അകത്ത് കഥയുണ്ടായിരുന്നു, ഇതിന്റെ അകത്ത് എന്ത് ഇതിനകത്തൊന്നും മാങ്ങാണ്ടിയാ ഉള്ളെ. കാണുമില്ലേ? ആ ഉണ്ട് ഉണ്ട്. അതെ. അതെന്ത് അച്ഛനെ സ്വന്തം മകന് വേണ്ടിയിട്ട്. ആ പോരായിരുന്നു അച്ഛൻ. അച്ഛോ ആ ഒരപ്പാ മകൻ പാസ്. ഒരച്ഛന്റെ രോദനം. ആ ഒരച്ഛന്റെ രോദനം. എന്റെ അതാണ് ദൈവമേ. ഗുഡ് ബാഡ് അഗ്ലി. തീർച്ചയായും. അപ്പൊ റെഫറൻസുകളെല്ലാം നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും വിട്ടുപോയി. പിന്നെ ഇനി ഇല്ല എല്ലാം എപ്പിസോഡെല്ലാം കഴിയുമ്പോ എനിക്ക് ടെൻഷനാ. ആ റെഫറൻസ് പറഞ്ഞില്ലെങ്കിലും ഒന്നും. വേണ്ട, പക്ഷെ അതിന്റെ അതിന്റെ ആവശ്യമില്ല, ആവശ്യമില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും റെഫറൻസ് ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള കേട്ടവർക്ക് മതിയായി കാണുന്ന എനിക്ക്. അങ്ങനെ പറയരുത്. എല്ലാം ഉണ്ട് ഒരെണ്ണം ഉണ്ട്. മറ്റേ പ്രസന്ന അവതരിപ്പിക്കുന്ന മറ്റേ മാജിക് ഷോ. അത് വടിവേലുവിന്റെ ഗ്രേറ്റ് ത്രികാലൻ ഷോ എന്ന് പറഞ്ഞ ഒരു കോമഡി സീനിന്റെ റീക്രിയേഷൻ ആണ്. വേറൊരു മാധവന്റെ കാര്യമുണ്ട്. 2 എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്. വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ആദ്യത്തെ ഫൈറ്റ് ഉണ്ടല്ലോ, അതായത് ബോംബെയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ 15 മിനിറ്റിലുള്ള ഫൈറ്റ്, അത് ഫൈറ്റിന്റെ അകത്തില് മറ്റേ ഈ സലാറിലെ അപ്പച്ചനുണ്ടല്ലോ, നമ്മളെ പൊക്കിയടിക്കുന്ന മസ്താൻ ടിനുവാനന്ദ്. ബായി കണ്ട്. നമ്മുടെ മസ്താൻ ബായി അല്ല, ഷങ്കി അല്ല, ആ, ഇത് അത് ഇതിനകത്തിലെ മസ്താൻ ബായി. കൂട്ടുകാരിലെ മസ്താൻ ബായ്. ഇതല്ല ഗോഡ് ഇത്. പ്രോമിസ് കൊടുക്കുന്ന മസ്താൻ ബായ്. ദിസ് ഇസ് നോട്ട് ദാറ്റ്, ദിസ് ഇസ് സലാർസ് അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ എന്താണ് ഇറങ്ങി പോയി കഴിയുമ്പോൾ ഉള്ള ഗാങ്സ്റ്റേഴ്സ് എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ, അതിനകത്തില് എന്താ പ്രസന്നയാണെങ്കിൽ അജിത്തിനെ വിളിക്കുന്നുണ്ട്. അജിത്തിനെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ മോൻ ഇവിടെ സ്പെയിനില് കിഡ്നാപ്പ് ആയിരിക്കുന്നത്, ഇറ്റ്സ് നോട്ട് ബോംബെ ഗ്യാങ്, ഇവിടുത്തെ ലോക്കൽസ് ആണ്, ഇവിടുത്തെ സ്പെയിനിലെ ആൾക്കാർ തന്നെ, അല്ലെങ്കിൽ എന്തോ ഒരു ഇന്റർനാഷണൽ സംഭവമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാക്കിൽ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഫൈറ്റ് ചെയ്യുക. ഇതിനകത്ത് ആകെ നമ്മുടെ ഈ ബേബി ടൈസൺ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വക്കീല്, പിന്നെ ഇദ്ദേഹം, ഈ രണ്ടുപേരാണ് ഇവരുടെ ഇവരുടെ ഭാഗത്തുനിന്ന് ഈ ഗൂൺസിനെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ഗൂൺസ് ആരാണത്? ആരാണ്? നീ അത് ആരാ? ടിനു ആനന്ദ് ഇറങ്ങിപ്പോയപ്പോ പുള്ളിയുടെ മസ്താൻ ബായുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തത്. so much so much of things in this movie doesn't make any sense. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്തില്. പറഞ്ഞു തീരാൻ പറ്റത്തില്ല. ഇത് മറ്റേ മൂളയെ കഴട്ടി വെച്ചിട്ട് കാണേണ്ട പടമാണ്. ബ്രെയിൻ പുറത്ത് വെച്ചിട്ട് കാണേണ്ട മൂവിയാണ്. അതാണ് ഇത്. ആ കാര്യത്തിൽ ആദിത്യന്റെ ഫാൻസിനെ സമ്മതിക്കുക, മോളില്ലാത്തതുകൊണ്ട് അവർക്കും എന്നെ വലിയ കുഴപ്പമില്ല. അവർക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. മിസ്റ്റർ സിൻസ്, നീ തല ഫാൻസിനെ അങ്ങനെയൊക്കെ പറയണ്ട. എന്തായിരുന്നു പറയുന്നത്? തവളയോ? എന്താ ഈ പുള്ളിയുടെ ഫാൻസിനെ പറയുന്നത്?
ആമൈകൾ ആ ആമൈകൾ എന്നാണ് മൈ പറഞ്ഞത്. ഗോഡ്, സോറി തവളയല്ല. തീർച്ചയായും. അല്ല, ആമയാണ്. അപ്പോ അപ്പൊ ആമയ്കൾക്കിട്ടൊരടിയായിരുന്നു അത്. എനിവേസ് സോ ഞങ്ങളുടെ ഈ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്ററി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് അതും ഇഷ്ടമാണ്. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ ഞങ്ങളുടെ ഫ്യൂച്ചർ വീഡിയോസും ചെക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് വീഡിയോസും ചെക്കൗട്ട് ചെയ്യുക. ഡിഫറെന്റ് അതെ. വെറൈറ്റി പ്ലേലിസ്റ്റുകൾ നമുക്കുണ്ട്. ഞങ്ങളുടെ വരലാറിൽ ഞങ്ങൾ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാണാനുള്ള ഡേ വിവേകം നിങ്ങൾക്ക് വേണ്ട 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 വേണ്ട. വേണ്ട വേണ്ട ശ്ശെ, അവന്റെ ഒരു ഒരു റെഫറൻസ്. നീ 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 ഒരു ആമ പഞ്ചിന് മാത്രല്ല, നീ ഒരു 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 ടർട്ടിലും ടോർട്ടോയിസും ആണ്. നീ മിണ്ടരുത്. ഒരു പഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ, പോട്ടെ, അല്ല കണ്ടിന്യൂ. ഗുഡ്ഡടകള് തന്നെ അല്ല കണ്ട് മനുഷ്യൻ ഇത് ബ്രെയിൻ ഫ്രീസ് അല്ലല്ല ആയിരിക്കും. ഇത് അപ്പോഴാ അവന്റെ ഒരു നിനക്ക് വരലാറ്. പഞ്ച് ചെയ്യണമെങ്കിൽ നാട്ടുകാർ നിനക്ക് പഞ്ച് തരും. അതുകൊണ്ട് പഞ്ച അതിനൊരു തുനിവ് വേണം, ഒരു പഞ്ചാര മനസ്സിലായോ? പഞ്ച് നിനക്ക് നാട്ടുകാർ തരും. അതിനേക്കാളും ഭേദം നിനക്ക് ഞാൻ കാരപ്പൊരി വാങ്ങിച്ചു തരാം, നീ മിണ്ടാതിരി. ശ്ശെടാ, ഞാൻ ഈ എപ്പിസോഡ് ഒന്ന് അട്ടഹാസമാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മേടിക്കണ്ട. ഇത് ഇത് നിങ്ങളൊരുമാതിരി കേൾക്കുമ്പോഴത്തേക്ക് നാട്ടുകാരെ അട്ടസഹിച്ചോളൂ. ഇതൊരു അമർക്കളമാക്കേണ്ട എപ്പിസോഡല്ലേ? എന്താ ഇത്? പോട്ടെ, കണ്ടിന്യൂ. സോ അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ദെൻ വിൽ റെസ്പോണ്ട് ടു എവറി കമൻറ്റ്സ്. സോ ഓൺ ദാറ്റ് നോട്ട്, ദിസ് ഇസ് മീ UDC Kumari signing out with Mr. Digambaran and Dr. Sins. Bye. ബൈ.